അതിനാൽ ടീമിലുള്ള ദൈവദാസന്മാരായ എല്ലാവരും തന്നെ ഇവിടെ ഈ ഒരു ശുശ്രൂഷ അവരൊക്കെ നിർവഹിച്ചിട്ടുണ്ട്. ഒന്നിലധികം പ്രാവശ്യങ്ങൾ ഇവിടെ ആ ശുശ്രൂഷ ഈ നിലയിൽ ശുശ്രൂഷിപ്പാനായിട്ട് അവരൊക്കെ കടന്നു വന്നിട്ടുണ്ട്. അതെല്ലാം ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ഞാനും പലപ്പോഴും ഈ വേലയെ ഓർത്ത്, ഇവിടെ നടക്കുന്ന ഈ ബൈബിൾ ക്ലാസ്സിനെ ഓർത്ത് പ്രാർത്ഥിക്കാറുണ്ട്, അറിയാറുണ്ട്. കാരണം വാട്സപ്പിൽ ഓരോ മാസവും ഇവിടെ നടക്കുന്ന ബൈബിൾ ക്ലാസ്സിനെ കുറിച്ചുള്ളതായ വിവരം അത് പ്രിയ ദേവദാസൻ അത് അയച്ചു തരും. അപ്പോൾ അങ്ങനെ അറിയാനും പ്രാർത്ഥിക്കാനും ഒക്കെ അവസരങ്ങൾ കഴിഞ്ഞ നാളുകളിൽ ഉണ്ടായി. എന്നാൽ ഈ മാസം എനിക്കിങ്ങനെ ഈ ശുശ്രൂഷ ഞാനും അത് പ്രതീക്ഷിച്ചിരുന്നതല്ല. ദേവദാസൻ എന്നോട് ഇങ്ങനെ ഈ മാസത്തെ ഈ ബൈബിൾ ക്ലാസ് ജോയിച്ചായൻ എടുക്കണം എന്ന് എന്നോട് ആവശ്യപ്പെട്ടു. ഞാൻ അന്ന് മുതൽ ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചു. ഞാൻ അപ്പോൾ തന്നെ പറഞ്ഞു കുഴപ്പമില്ല. എങ്കിലും ഇടയ്ക്ക് ഞാൻ ഒന്ന് പറഞ്ഞു, പക്ഷെ ദേവദാസൻ ടീമായിട്ട് വരാനായിട്ട് ഉദ്ദേശിച്ചപ്പോൾ ടീമിൽ മറ്റു സഹോദരന്മാരുണ്ട്, ഇവിടെ വരാത്ത ഒരു സഹോദരനുണ്ട്. എന്നാൽ പ്രിയ കർത്താവിന്റെ ദാസൻ പറഞ്ഞു ആര് വന്നാലും ഈ പ്രാവശ്യത്തെ ജോയിച്ചാൻ എടുക്കണം എന്ന് പറയുണ്ടായി. മഴയുടെ പ്രതികൂലങ്ങൾ മുഖാന്തരം നമുക്ക് ടീമാൻ്റെ പ്രവർത്തനം മറ്റൊരു സമയത്തേക്ക് മാറ്റിവെച്ചിരിക്കുകയാണ്. തീർച്ചയായിട്ടും ഈ ദേശത്തെക്കുറിച്ച് ഇന്നും ഞാൻ ഉൾപ്പെട്ടു നിൽക്കുന്ന സഭയിൽ പറയുണ്ടായി. ഇവിടെ അത്രമാത്രം ഇവിടെയുള്ള ആളുകളെയൊക്കെ കാണുവാനും അവരുടെ സ്നേഹം അനുഭവിക്കാനും ഇവിടെയുള്ള ദൈവദാസന്മാരോടൊക്കെ ചേർന്ന് പ്രവർത്തിക്കാനൊക്കെ അവസരം കഴിഞ്ഞ നാളുകൾ ലഭിച്ചു. അത് ഇന്നും സഭയിൽ ഞാൻ പറയുണ്ടായി. ദേശത്തെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കർത്താവ് അനുവദിച്ചാൽ ഇനിയും നമുക്ക് നല്ല സഹോദരന്മാരുടെ ടീമായിട്ട് കടന്നു വന്ന് പ്രവർത്തിക്കുവാനായിട്ട് ഞങ്ങളും ആഗ്രഹിക്കുന്നുണ്ട്. മാത്രമല്ല ഞാൻ പ്രിയ ദേവദാസൻ ജോസഫ് സാറിനോട് പറയുണ്ടായി, ഇവിടെയുള്ള ഓരോ സഭകളിലും പ്രവർത്തനങ്ങൾക്ക് അല്ലെങ്കിൽ അങ്ങനെ ആഗ്രഹമുണ്ടായിട്ടും പ്രവർത്തനങ്ങൾ നടക്കുന്നില്ലെങ്കിൽ തീർച്ചയായിട്ടും അറിയിക്കണം. അറിയിച്ചാൽ ഞങ്ങൾ ടീമായിട്ട് കടന്നു വന്ന് സുവിശേഷ വേല ചെയ്ത് മടങ്ങിപ്പോകും. അതിനുള്ള ക്രമീകരണങ്ങൾ സ്ഥലം ഒരുക്കുക അത്രമാത്രം ചെയ്താൽ മതി. അങ്ങനെയാണ് ടീമിന്റെ പ്രവർത്തനങ്ങൾ കഴിഞ്ഞ നാളുകളിൽ ചെയ്തു വരുന്നത്. തുടർന്നും അങ്ങനെ തന്നെ പോകാനാണ് ആഗ്രഹിക്കുന്നത്. ആയതിനാൽ നിങ്ങൾക്കും അതിനുള്ളതായ കാര്യങ്ങൾ അറിയിച്ച ഞങ്ങൾ ടീമായിട്ട് കടന്നു വന്ന് ആ പ്രവർത്തനങ്ങൾ ചെയ്ത് നിങ്ങളോട് ചേർന്ന് നിങ്ങളെ ആ സുവിശേഷം നമുക്ക് ഒരുമിച്ച് ആ വേല ചെയ്ത് മുന്നോട്ട് പോകാം എന്നുള്ളതായ കാര്യം ഓർപ്പിക്കുക. ഇനി മഴയുടെ പ്രതികൂലമുണ്ടായിട്ടും ഇത്രയും പേര് ദീർഘയാത്ര ചെയ്തൊക്കെ ദേവദാസന്മാരും സഹോദരന്മാരൊക്കെ കടന്നു വന്നു. എല്ലാവരും ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയാണ്. എങ്കിലും ഇത്രയും പേർക്ക് കടന്നു വരുവാനായിട്ട് ഇടയായി തീർന്നല്ലോ. എനിക്കറിയാം ഇവിടെ വലിയ എന്ന് പറഞ്ഞാൽ അനേക ദൈവദാസന്മാർ കടന്നു വന്ന് ശുശ്രൂഷിക്കുന്ന ഒരു വേദിയാണ് എന്ന് എനിക്കറിയാം. പ്രാർത്ഥനയോടുകൂടെ നമുക്കായിരിക്കാം എന്ന് നിങ്ങൾക്ക് അറിയാം. എങ്കിലും ഒരു വാക്ക് ഒന്ന് ആമുഖമായിട്ട് ഒറ്റ വാക്കിൽ പരിചയപ്പെടുത്തുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. ഓർപ്പിച്ചതുപോലെ നിങ്ങൾക്കറിയാവുന്നതുപോലെ എൻ്റെ പേര് ജോയി PK എന്നാണ്. ക്രാരിയേലി സ്ഥലസഭയോട് ചേർന്ന് അവിടെ ആരാധിക്കുന്നു, കർത്തൃവേലയിലായിരിക്കുന്നു. ചില വർഷങ്ങളായി ഒരു ടീം പ്രവർത്തനം സുവാർത്ത മിനിസ്ട്രീസ് എന്ന് പറയുന്ന ഒരു ടീമിന്റെ പ്രവർത്തനങ്ങൾ അനുഗ്രഹമായി നടക്കുന്നു. ആഗസ്റ്റ് 15-നും ആ പ്രവർത്തനങ്ങൾ നടക്കുവാനായിട്ട് ഇടയാക്കിയിരുന്നു. തുടർന്നും നിങ്ങൾ പ്രാർത്ഥിക്കുക. എൻ്റെ വൈഫ് ഭാര്യ കടന്നു വന്നിട്ടുണ്ട്. ഞങ്ങൾ രണ്ടുപേരുമാണ് ഇന്ന് കടന്നു വന്നത്. ഭാര്യയുടെ പേര് ഹന്ന എന്നാണ്. എനിക്ക് 2 മക്കളാണുള്ളത്. ഒരു മകളും ഒരു മകനും. മകൾ നേഴ്സിംഗ് പഠിക്കുന്നു. മകൻ +2-ന് ഈ പ്രാവശ്യം പഠിക്കുന്നു. വീട്ടിലെ അപ്പച്ചനുമുണ്ട്. നാളെ പരീക്ഷയാണ്. അപ്പച്ചനും ജോഷുവ, മകന്റെ പേര് ജോഷുവ എന്നാണ്. അവര് വീട്ടിലായിരിക്കുന്നു. തുടർന്നും ഞാൻ നിങ്ങൾ ഓർക്കുമ്പോൾ ഞങ്ങളെ കുടുംബമായി ഓർത്ത് പ്രാർത്ഥിക്കുക. ഇവിടെയുള്ള എല്ലാവരെയും ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. നമുക്ക് അല്പസമയം, നമുക്ക് തുടർന്നുള്ള സമയം എന്നോട്
പറഞ്ഞിട്ടുണ്ട് സമയം. അതിക്ക് മുമ്പ് തന്നെ നമുക്ക് അതിന്റെ പരിധിയിൽ നിന്നുകൊണ്ട് നമുക്ക് ചില കാര്യങ്ങൾ ദൈവം തന്ന ആലോചന ഒരുമിച്ച് പങ്കുവയ്ക്കണം എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. ദൈവം നമ്മോട് ആവശ്യപ്പെടുന്ന അനേക കാര്യങ്ങളുണ്ട്. അനേക കാര്യങ്ങൾ ദൈവം നമ്മോട് ആവശ്യപ്പെടുന്നു. എന്നാൽ നമ്മോട് ദൈവം ആവശ്യപ്പെടുന്നത്, നമുക്കറിയാം, നമ്മോടൊരു കാര്യം ഒരാൾ പറഞ്ഞാൽ, ആവശ്യപ്പെട്ടാൽ, അത് ആ പറയുന്ന ആൾ പറയുമ്പോൾ തീർച്ചയായിട്ടും ആരോടാണോ പറയുന്നത് ആ വ്യക്തി അത് കേൾക്കും, അത് അനുസരിക്കും, അനുസരിക്കും എന്നുള്ള ചിന്തയിലാണ് നാം ആ കാര്യം ഒരാളെ ഏൽപ്പിക്കുന്നത്. വലിയവനായ ദൈവം നമ്മെക്കുറിച്ച്, വീണ്ടെടുക്കപ്പെട്ട ദൈവമക്കളെ സംബന്ധിച്ച് നമ്മോട് ആവശ്യപ്പെടുന്ന അനേക കാര്യങ്ങൾ തിരുവചനത്തിലൂടെ നമുക്ക് കാണുവാനായിട്ട് കഴിയും. എന്നാൽ എല്ലാ കാര്യങ്ങളും പറയുവാനായിട്ട് നമുക്ക് സമയമില്ല. എന്നാൽ എൻ്റെ മനസ്സിലേക്ക് വന്ന ദൈവം ആവശ്യപ്പെടുന്ന ചില കാര്യങ്ങൾ പറയണം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ആദ്യമായിട്ട് നമുക്ക് അത് 1, 2, 3 കാര്യങ്ങൾ, അങ്ങനെ 3, 4 കാര്യങ്ങൾ ദൈവം നമ്മോട് ആവശ്യപ്പെടുന്ന, ക്രിസ്തീയ ജീവിതത്തിൽ നാം പാലിക്കേണ്ട, നാം അനുസരിക്കേണ്ട, നമ്മുടെ പ്രായോഗികമായ ജീവിതത്തിൽ കരുതേണ്ട, നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കേണ്ട അനേക കാര്യങ്ങൾ ഉണ്ടെങ്കിലും 1, 2 കാര്യങ്ങൾ സമയപരിധിയിൽ നിന്നുകൊണ്ട് പറയാവുന്ന കാര്യങ്ങൾ പറഞ്ഞ് ഇരിക്കുവാനായിട്ടാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. പ്രാരംഭമായി നമുക്ക് ആവർത്തന പുസ്തകം 8-ാം അധ്യായം അതിൻ്റെ 6-ാമത്തെ വാക്യം പ്രാരംഭമായിട്ട് ഇന്ന് ദൈവവചന ചിന്തയുടെ പ്രാരംഭ വാക്യമായിട്ട് നമുക്ക് വായിക്കാം. ആവർത്തന പുസ്തകം 8-ാം അധ്യായം അതിൻ്റെ 6-ാമത്തെ വാക്യം. ആകയാൽ നിന്റെ ദൈവമായ യഹോവയുടെ വഴികളിൽ നടന്ന് അവനെ ഭയപ്പെട്ട് അവന്റെ കൽപ്പനകൾ പ്രമാണിക്കണം. ഇവിടെ നിന്ന് അവന്റെ വഴികളിൽ നടക്കുക എന്നുള്ളതാണ് ഞാൻ പറയുവാനായിട്ട് ഉദ്ദേശിക്കുന്ന ഒരു കാര്യം. അതേപോലെ 10-ാം അധ്യായം അതിൻ്റെ 12-ലും നമുക്ക് നോക്കുമ്പോൾ ഈ നിലയിൽ തന്നെ നമുക്ക് അവന്റെ വഴികളിൽ നടക്കണം എന്ന് കാണുവാനായിട്ട് കഴിയും. അപ്പോൾ ഇത് ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഇസ്രായേൽ മക്കളോടുള്ള ബന്ധത്തിലാണ്. അപ്പോൾ ഇസ്രായേൽ മക്കളോടുള്ള ബന്ധത്തിൽ അവരോട് ദൈവം അവിടെ നിന്ന് പറയുകയാണ്, ദൈവത്തിന്റെ വഴികളിലൂടെ നടക്കണം എന്നുള്ളത്. അപ്പോൾ ദൈവത്തിന്റെ വഴികളിലൂടെ നടക്കുക എന്ന് പറയുമ്പോൾ, ഇസ്രായേൽ മക്കളോട് ഈ കാര്യങ്ങൾ പറഞ്ഞിരിക്കുമ്പോൾ തീർച്ചയായിട്ടും ആ വചനം നമ്മോടും പറയുന്ന ഒരു കാര്യമാണ്. ഇസ്രായേൽ മക്കളോട് ഇത് പറയുന്നതിന്റെ പശ്ചാത്തലം, അല്ലെങ്കിൽ ഇസ്രായേൽ മക്കളുടെ ജീവിതത്തിന്റെ ആരംഭം മുതൽ നമുക്ക് തിരുവചനത്തിലൂടെ നമുക്ക് കാണുവാനായിട്ട് കഴിയും. ഇസ്രായേൽ ജനം മിസ്രയീമിൽ അടിമയായ ഒരു കാലഘട്ടം. എന്നാൽ മിസ്രയീമിൽ അടിമയായ ഇസ്രായേൽ ജനം, ആ ജനം മിസ്രയീമിൽ നിന്ന് അവരുടെ യാത്ര തുടങ്ങിയ അപ്പോൾ എങ്ങനെയാണ് അവരുടെ യാത്രയുടെ ആരംഭം കുറിച്ചത്, അല്ലെങ്കിൽ ആ യാത്രയുടെ ആരംഭം എപ്രകാരമായിരുന്നു എന്ന് ഇസ്രായേലിന്റെ ചരിത്രം പഠിക്കുമ്പോൾ നമുക്ക് കാണുവാനായിട്ട് കഴിയും. അവിടെ ആ ഫറവോന്റെ അടിമയായി ഇസ്രായേൽ ജനം മുന്നോട്ട് പോയപ്പോൾ ഇസ്രായേൽ മക്കൾ ആ മിസ്രയീമിൽ നിന്ന് യാത്ര തുടങ്ങുന്നതിന് തൊട്ട് മുന്ന് ദൈവം അവിടെ നിന്ന് അവരോട് പറഞ്ഞ കാര്യമുണ്ടായിരുന്നു. ദൈവം കൊടുത്ത കൽപ്പന ഉണ്ടായിരുന്നു. ആ കൽപ്പന എന്നുള്ളത് അത് പുറപ്പാട് പുസ്തകത്തില്, അല്ലെങ്കിൽ അത് നമുക്ക് കാണുവാനായിട്ട് കഴിയും. അങ്ങനെ ഇസ്രായേൽ ജനം ഒരു കുഞ്ഞാടിനെ അവിടെ നിന്ന് അറുത്ത് അതിൻ്റെ രക്തം കട്ടിളക്കാലിന്മേലും കുറുമ്പടിമേലും പുരട്ടിക്കൊണ്ട് സംഹാരകൻ കടന്നു വരുമ്പോൾ ഈ രക്തം അടയാളമായി കാണുന്ന ഇസ്രായേൽ ജനത്തിന്റെ വിട്ടുകൊണ്ട് മിസ്രയീമിലെല്ലാം വലിയ കടിഞ്ഞൂൽ സംഹാരം, അതാണ് നമ്മൾ അവിടെ കാണുന്നത്. ആദ്യജാതൻ കൊല്ലപ്പെടുകയാണ്. വലിയ ഒരു നിലവിളിയാണ്, വലിയ ഒരു ഭീകരമായ ഒരു സ്ഥിതിയാണ് അവിടെ മിസ്രയീമിൽ അന്ന് അവിടെ നടക്കുവാനായിട്ടിടയായിട്ടുള്ളത്.
എന്നാൽ ഇസ്രായേലിന്റെ അതെ സംബന്ധിച്ച് അവിടെ ജയത്തിന്റെ ഒരു ആരവമാണ്, സന്തോഷമാണ് ഉയർന്നതെങ്കിൽ മിസ്രയീമിൽ വലിയ നിലവിളിയുടെ ശബ്ദമാണ് അവിടെ കേൾക്കുവാനായിട്ട് ഇടയായിത്തീർന്നത്. എന്നാൽ അങ്ങനെ അവർക്ക് വേണ്ടി അറുക്കപ്പെട്ട കുഞ്ഞാടിന്റെ രക്തത്താൽ ആ തളിക്കപ്പെട്ട മുഖാന്തരം ഇസ്രായേൽ ജനം ആ വലിയ ന്യായവിധിയിൽ നിന്ന് ഒഴിവുള്ളവരായി തീർന്നു. അങ്ങനെ മിസ്രയീമിൽ നിന്ന് ഇസ്രായേൽ ജനം യാത്ര തുടങ്ങിയ ഇസ്രായേൽ ജനം അവിടെ അവർ ആദ്യമായി ചെന്ന് ചേരുന്നത് നമുക്കറിയാം ചെങ്കടലിന്റെ തീരത്താണ്. വഴിയറിയാതെ നിൽക്കുന്ന ഇസ്രായേൽ ജനം വളരെ പ്രതീക്ഷയോടുകൂടെ മുന്നോട്ട് പോയ, ദൈവത്തിന്റെ വാക്കുകൾ കേട്ട് അനുസരിച്ച് മുന്നോട്ട് പോയ ഇസ്രായേൽ ജനം പെട്ടെന്ന് അവരുടെ ജീവിതത്തിൽ വലിയ ഒരു പ്രതികൂലം അവിടെ വരികയാണ്. എന്ത് ചെയ്യണമെന്നറിയാതെ ഇസ്രായേൽ ജനം പകച്ചു നിന്ന ആ സമയം. കാരണം മുന്നോട്ട് പോകുവാനായിട്ട് വഴിയില്ല. അവർ ആകെ ദൈവത്തിന്റെ വാക്ക് കേട്ട് ഇറങ്ങിയ ഈ ജനം ഇനി എങ്ങനെ മുന്നോട്ട് പോകും എന്ന് വഴിയറിയാതെ പകച്ചു നിന്ന അവരുടെ ജീവിതത്തിലെ ഏറ്റവും നിർണായകമായ ഒരു ഘട്ടത്തിൽ അവിടെ വന്നു നിന്നപ്പോൾ അവർ പെറുപെറുക്കുകയും അവിടെ നിലവിളിക്കുകയും ചെയ്യുന്ന ഒരു രംഗം നമുക്കവിടെ കാണുവാനായിട്ട് കഴിയും. എന്നാൽ അവിടെ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത് അവരെ ആരാണോ വിളിച്ചിറക്കിയ ആ വലിയവനായ ദൈവം അവർക്ക് വേണ്ടി ഇതുവരെയും ലോകം കാണാത്ത, ഇസ്രായേൽ ജനം കാണാത്ത, മറ്റാരും കാണാത്ത വലിയ ഒരു വഴി അവിടെ ദൈവം തന്റെ ജനത്തിനു വേണ്ടി തുറക്കുകയാണ്. അതെവിടെയാണ്? ആ ചെങ്കടൽ രണ്ടായി ഭാഗിക്കുക. ചെങ്കടലിന്റെ നടുവിലൂടെ ഉണങ്ങിയ നിലമാക്കി കൊടുത്ത് അല്ലെങ്കിൽ ആ മിസ്രയീമിൽ നിന്ന് ദൈവത്തിന്റെ ജനമായ ഇസ്രായേൽ ജനം ആ പുതുവഴികളിലൂടെ യാത്ര ചെയ്യുക. അവിടെ ആ ഇസ്രായേൽ ജനം പുതുവഴികളിലൂടെ അവർ യാത്ര ചെയ്യുക. നമുക്കറിയാം, ആ ചെങ്കടലിലൂടെ തുറക്കപ്പെട്ട, ആരാലും സാധിക്കാത്ത, ഇതുവരെയും ലോകം കാണാത്ത വലിയ മഹാ അത്ഭുതം അവിടെ ചെയ്തുകൊണ്ട് ഇസ്രായേൽ ജനത്തെ മിസ്രയീമിൽ നിന്ന് അവിടുന്ന് പോയി എന്ന് കാണുവാനായിട്ട് കഴിയും. അതിന്റെ കാര്യങ്ങളൊക്കെ നമുക്കറിയാം. ചെങ്കടൽ കടന്ന സന്തോഷത്തിൽ അവിടെ ജനം ആർത്ത് ദൈവത്തെ മഹത്വപ്പെടുത്തി, തപ്പെടുത്തു, പാടി നൃത്തം ചെയ്തു. ദൈവത്തിന്റെ വലിയ പ്രവൃത്തി കണ്ട് ഇസ്രായേൽ ജനം അവിടെ ദൈവത്തെ സ്തുതിച്ചു എന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയും. ഇവിടെ ഒരു കാര്യം നാം ഓർക്കേണ്ടത് ആവശ്യമാണ്. ദൈവം തന്റെ ജനത്തിനു വേണ്ടി ഒരുക്കിയ ആ പൊതുവഴി ഇസ്രായേൽ ജനം ഇതുവരെയും കാണാത്ത, എങ്ങനെ മുന്നോട്ട് പോകും എന്നുള്ള ചിന്തയിൽ ഇസ്രായേൽ ജനം നിന്നപ്പോൾ ദൈവം അവർക്ക് വേണ്ടി പുതിയ വഴികളെ തുറന്ന് അവരെ മറുകരയിൽ എത്തിച്ചു എന്ന് കാണുവാനായിട്ട് കഴിയും. അവിടെ ഒരു കാര്യം ഓർക്കേണ്ടത്, അത് ഇസ്രായേൽ ജനം മാത്രം സഞ്ചരിക്കുവാൻ ദൈവം ഒരുക്കിയ വഴിയായിരുന്നു. മറ്റൊരാൾക്കും അതിലൂടെ പ്രവേശിക്കുവാനായിട്ട് കഴിയില്ല. ഇസ്രായേൽ ജനം കടന്ന് മുന്നോട്ട് പോകുന്നത് കണ്ടുകൊണ്ട് അവരെ പിടിക്കുവാനായിട്ട് വലിയ സന്നാഹമായിട്ട്, വലിയ അല്ലെങ്കിൽ സൈന്യത്തോടുകൂടെ, സൈന്യബലത്തോടുകൂടെ നമുക്കറിയാം മിസ്രയീം പടയാളികൾ ഇസ്രായേൽ ജനത്തെ പിടിക്കുവാൻ വേണ്ടി ഈ വഴികളിലൂടെ ഇസ്രായേൽ ജനം മുന്നോട്ട് പോയ അതേ വഴികളിലൂടെ അവർ വലിയ വേഗത്തിൽ അവരെ പിടിക്കുവാൻ, അവരെ ഇല്ലായ്മ ചെയ്യുവാൻ, അല്ലെങ്കിൽ അവരെ പിടിച്ച് കൊണ്ടുവരുവാനായിട്ട് അവരുടെ പിന്നാലെ ഈ വഴികളിലൂടെ യാത്ര ചെയ്തു. എന്താണ് സംഭവിച്ചത്? അവർ ഈ ഭൂമുഖത്ത് നിന്ന് മാറ്റപ്പെട്ടു. ഒരു കാര്യം ഓർക്കേണ്ടത് ആവശ്യമാണ്. കുഞ്ഞാടിന്റെ രക്തത്താൽ അവിടെ നിന്ന് ഇറങ്ങിയ ഇസ്രായേൽ ജനം, അവർക്ക് വേണ്ടിയാണ് ദൈവം ആ പുതുവഴിയെ തുറന്നത്. അവർക്ക് മാത്രമേ ആ വഴികളിലൂടെ സഞ്ചരിക്കുവാനായിട്ട് കഴിയുകയുള്ളൂ. അങ്ങനെയെങ്കിൽ ഒരു കാര്യം ഞാൻ ഇങ്ങനെ പറയട്ടെ, ഇന്നേക്ക് 2025 വർഷങ്ങൾക്ക് മുമ്പ് കാൽവറിയിലെ കുരിശിൽ നമുക്ക് കാണുവാനായിട്ട് കഴിയും. ആ ദൈവം തന്റെ പുത്രനെ ഈ ലോകത്തിന് നൽകിക്കൊണ്ട് ഈ ലോകത്തിന് വേണ്ടി ആ സ്വന്തം പുത്രനെ കാൽവറിയിലെ കൊലക്കളത്തിൽ യാഗമായി തീർന്നു എന്നുള്ളത് നമുക്ക് കാണുവാനായിട്ട് കഴിയും. എന്താണ് അവിടെ സംഭവിച്ചത്?
പാപത്തിൽ ജനിച്ച് പാപത്തിൽ ജീവിച്ച് മുന്നോട്ട് പോകുന്ന മനുഷ്യവർഗത്തെ ദൈവത്തിങ്കിലേക്ക് കൊണ്ടുപോകുവാൻ, സ്വർഗത്തിലേക്ക് കൊണ്ടുപോകുവാൻ ഇതാ തന്റെ ഏകജാതനായ പുത്രനെ തകർത്തുകൊണ്ട് സ്വർഗത്തിലേക്കുള്ള വഴി കാണുവാനായിട്ട് കഴിയും. ആ പുതിയ വഴി ഇസ്രായേലിന് വിടുതലിനായി ഒരു കുഞ്ഞാട് അറുക്കപ്പെട്ടു എങ്കിൽ മാനവരാശിയുടെ ഈ ലോകത്തിന്റെ മുഴു ലോകത്തിന്റെയും രക്ഷയ്ക്കായി ഇതാ സ്വർഗത്തിലേക്കുള്ള പുതുവഴിയെ തുറക്കുവാനായി സ്വർഗത്തിലെ മഹിമകളെ വെടിഞ്ഞുകൊണ്ട് സ്വർഗം നമുക്ക് വേണ്ടി, അതേ ലോകത്തെ സ്നേഹിച്ചുകൊണ്ട് നമുക്ക് വേണ്ടി ദൈവത്തിന്റെ സ്നേഹം, ദൈവത്തിന്റെ ദാനമായ തന്റെ പുത്രനെ നമുക്ക് വേണ്ടി അവിടുന്ന് നൽകി എന്ന് കാണുവാനായിട്ട് കഴിയും. ആ കാൽവറിയിലെ കുരിശിൽ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത് നീതിമാനും പരിശുദ്ധനുമായ കർത്താവായ യേശുക്രിസ്തുവിനെ അവിടെ നിന്ന് യാഗമായി തന്നു. ആ കർത്താവിന്റെ ആ തകർത്തുകൊണ്ട് കർത്താവിന്റെ ദേഹമെന്ന തിരശ്ശീല ചീന്തിക്കൊണ്ട് ഇതാ സ്വർഗത്തിലേക്ക് ഒരു പുതുവഴി അവിടെ തുറക്കപ്പെട്ടു എന്നുള്ളത് നമുക്ക് കാണുവാനായിട്ട് കഴിയും. ഞാൻ ഇങ്ങനെ പറയട്ടെ, ഈ കർത്താവായ യേശുക്രിസ്തുവിലൂടെയുള്ള സ്വർഗത്തിലേക്കുള്ള പുതുവഴി അവിടുന്ന് തുറക്കപ്പെട്ടു. ഏതൊരു പാപിക്കും, ഏതൊരു വ്യക്തിക്കും, ജാതി മത വർഗ വർണ്ണ ഭേദമില്ലേ, ഏതൊരു വ്യക്തിക്കും ഈ പുതുവഴികളിലൂടെ സഞ്ചരിക്കുവാനായിട്ട് സാധ്യമാണ്. അതാണ് ദൈവം അവിടുന്ന് ഈ ലോകത്തെ സ്നേഹിച്ചുകൊണ്ട് ഈ ലോകത്തിന് വേണ്ടി ആ സ്വർഗത്തിലേക്ക് മനുഷ്യനെ പ്രവേശിക്കുവാനായിട്ട് കഴിയാതെ വന്നപ്പോൾ സ്വർഗത്തിലേക്ക് പോകുവാൻ വഴിയറിയാതെ നിൽക്കുന്ന ജനത്തിനു വേണ്ടി ഇതാ ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു എന്ന് പറഞ്ഞുകൊണ്ട് സ്വർഗത്തിൽ നിന്ന് ലോകത്തിലേക്ക് ഇറങ്ങി വന്ന് പാലസ്തീന്റെ മണ്ണിൽ പദമൂന്നി വിളംബരം ചെയ്ത ആ കർത്താവായ യേശുക്രിസ്തു പറഞ്ഞു, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു, ഞാനാണ് ഏക വഴി എന്ന് നമുക്ക് ലോകത്തിലേക്ക് നോക്കുമ്പോൾ കാണുവാനായിട്ട് കഴിയും. പഠിപ്പിക്കുന്ന അനേക പഠിപ്പിക്കലുകളുണ്ട്, അനേക വഴികളുണ്ട്. ഈ വഴികളെല്ലാം പോകുന്നത് അങ്ങോട്ടാണ്, ഒരു സ്ഥലത്തേക്കാണ്, സ്വർഗത്തിലേക്ക്. ഏത് വഴികളിലൂടെയും പോകാം, എല്ലാ വഴിയും ചെന്ന് എത്തുന്നത് ഒരു സ്ഥലത്തേക്കാണ്. എന്നാൽ പ്രിയമുള്ളവരെ, അങ്ങനെയല്ല കാര്യങ്ങൾ. ദൈവത്തിന്റെ വഴി, അത് ദൈവത്തിന്റെ ആ സ്വർഗത്തിലേക്ക് പോകണമെങ്കിൽ ദൈവം തന്റെ പുത്രനെ നൽകി തന്റെ ദേഹമെന്ന തിരശ്ശീല ചിന്തിക്കൊണ്ട് സ്വർഗത്തിലേക്കുള്ള പുതുവഴി അവിടുന്ന് തുറന്നു. യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ നമുക്ക് അവിടെ കാണുവാനായിട്ട് കഴിയുന്നത് അങ്ങനെയാണ്. അവൻ സ്വർഗത്തിലേക്ക് പോകുന്നതിന് മുമ്പ്, താൻ ക്രൂശീകരണത്തിലേക്ക് കുരിശില് മരിക്കുവാനായിട്ട് പോകുന്നതിന് മുമ്പ് തന്റെ ശിഷ്യന്മാരോട് പറയുകയുണ്ടായി, ഞാൻ പോകുന്നു. എന്നാൽ ശിഷ്യന്മാർ ചോദിക്കുന്നത് അത് ഏതു വഴിയാണ്? അവിടെ ചോദിക്കുന്നുണ്ട്, അറിയാവുന്നതുകൊണ്ട് ഞാൻ എടുത്ത് അത് വായിക്കുന്നില്ല. നീ പോകുന്നത് എവിടെയെന്ന് ഞങ്ങൾ അറിയുന്നില്ല, പിന്നെ ഏതാണ് വഴി? ആ കർത്താവ് നേരെ ഇത് പറഞ്ഞു പോകുന്നത് ആ സ്വർഗത്തിലേക്കുള്ള വഴി തുറക്കുവാൻ വേണ്ടിയായിരുന്നു, കാൽവരിയിലെ കുരിശിലേക്കായിരുന്നു. അവിടെ മനുഷ്യരെ നമ്മെ സ്നേഹിച്ചുകൊണ്ട് എന്റെയും നിങ്ങളുടെയും സകല മനുഷ്യരുടെയും പാപങ്ങൾക്ക് പരിഹാരമായി പുതുവഴികളെ തുറന്നുകൊണ്ട് നമ്മെ സ്നേഹിച്ച് ആ സ്വർഗീയമായ പരദീസയിലേക്ക് കൊണ്ടുപോകുവാൻ ഞാൻ തന്നെ വഴി എന്ന് പറഞ്ഞുകൊണ്ട് ഈ ലോകത്തിലേക്ക് വന്ന് ആ വഴിയെ തുറന്നവനാണ് കർത്താവായ യേശുക്രിസ്തു. അതുകൊണ്ട് ഞാൻ പറയട്ടെ, ആ യേശുക്രിസ്തുവിലൂടെ മാത്രമേ നമുക്ക് സ്വർഗത്തിലേക്കുള്ള ഏക വഴി യേശുക്രിസ്തുവാണ്. ഞാൻ ഇങ്ങനെ പറയട്ടെ, ആരെങ്കിലും ഇവിടെ ഈ യേശുക്രിസ്തുവിനെ ഹൃദയത്തിലേക്ക് രക്ഷകനും കർത്താവുമായി സ്വീകരിച്ച് ഈ പുതുവഴിയിലൂടെ യാത്ര ചെയ്യുവാനായിട്ട് ഭാഗ്യം ലഭിച്ചില്ലെങ്കിൽ, പ്രിയമുള്ളവരെ, ആരും നശിച്ചു പോകരുതെന്ന് ദൈവം നമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്നു. എല്ലാവരും ഈ വഴികളിലൂടെ യാത്ര ചെയ്ത് സ്വർഗത്തിലേക്ക് എത്തണമെന്ന് ദൈവം നമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്നുണ്ട്. ഞാൻ എങ്ങനെ പറയട്ടെ, അങ്ങനെ ഇതുവരെയും സാധിച്ചിട്ടില്ലെങ്കിൽ കർത്താവ് അതിനുള്ള സമയം ഇപ്പോഴാണ്. ഒരുപക്ഷെ നമുക്ക് ഈ കാര്യങ്ങളൊക്കെ അറിയാമായിരിക്കാം, എന്നാൽ ഇതുവരെയും ഈ പുതുവഴികളിലൂടെ, ദൈവത്തിന്റെ വഴികളിലൂടെ നടക്കുവാനായിട്ട് കഴിഞ്ഞില്ലെങ്കിൽ അത് വളരെ ദുഃഖകരമാണ്. നമ്മുടെ വഴി എന്നുള്ളത്, മനുഷ്യൻ പോകുന്ന വഴി എന്നുള്ളത്, ഈ ലോകത്ത് രണ്ട് വഴിയെ കുറിച്ചാണ് ബൈബിൾ പറയുന്നത്. ഒന്ന് നിത്യമായ നാശത്തിലേക്കുള്ള വഴി,
മറ്റൊന്ന് സ്വർഗത്തിലേക്കുള്ള വഴി. ഈ ലോകത്തിൽ ജനിച്ച് ജീവിച്ച് മുന്നോട്ട് പോകുന്ന സകല മനുഷ്യരും പോകുന്നത് നിത്യമായ നാശത്തിലേക്കാണ്, നരകത്തിലേക്കാണ്. അത് പിശാചിന്റെ വഴിയാണ്. പാപത്തിൽ ജനിക്കുന്ന മനുഷ്യൻ പാപത്തിൽ ജീവിച്ച് ആ വഴികളിലൂടെ നിത്യമായ നാശത്തിലേക്ക് പോകുമ്പോൾ ഇതാ ഈ ലോകത്തിന് വേണ്ടി ആ നാശത്തിലേക്ക് പോകുന്ന മനുഷ്യവർഗത്തിന് പുതുവഴിയെ തുറന്ന് യേശുക്രിസ്തുവിലൂടെ പുതുവഴി നൽകിക്കൊണ്ട് സ്വർഗത്തിലേക്കുള്ള വഴി അവിടെ തുറക്കപ്പെട്ടിരിക്കുക. ആ വഴികളിലൂടെ എല്ലാവരും കടന്നു വരണമെന്ന് ദൈവം നമ്മെ കുറിച്ച് ആഗ്രഹിക്കുക. അതുകൊണ്ട് ഞാനിങ്ങനെ പറയട്ടെ, എബ്രായ ലേഖനം 10-ാം അധ്യായം 19-ാം വാക്യത്തിൽ ഇങ്ങനെയാണ് കാണുന്നത്: യേശു തന്റെ ദേഹം എന്ന തിരശീലയിൽ കൂടെ നമുക്ക് പുതുവഴി ഉണ്ടാക്കി. സ്വർഗത്തിലേക്കുള്ള ഈ വഴിയിലൂടെ മുന്നോട്ട് പോകുവാൻ ഇടയാകിയ ഭാഗ്യം ലഭിച്ച ദൈവജനത്തെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുക. പ്രിയമുള്ളവരെ, അനേകർക്ക് ഇത് അറിവുണ്ടെങ്കിലും ഈ വഴികളിലൂടെ യാത്ര ചെയ്യുവാനായിട്ട് സാധിക്കുന്നില്ല. അറിവ് കൊണ്ട് ഒരിക്കലും ഈ ദൈവികമായ വഴികളിലൂടെ യാത്ര ചെയ്യുവാനായിട്ട് നമുക്ക് കഴിയുകയില്ല. ഈ വഴികളിലൂടെ യാത്ര ചെയ്യണമെങ്കിൽ പ്രിയമുള്ളവരെ, ഈ വഴി എന്നുള്ളത് അത് ദൈവത്തിന്റെ വഴിയാണ്. ദൈവത്തിന്റെ വഴിയിലൂടെ യാത്ര ചെയ്യണമെങ്കിൽ ദൈവത്തിൻ്റെലൂടെയുള്ള ആ ആത്മരക്ഷ പ്രാപിച്ച ദൈവമക്കൾക്ക് മാത്രമേ ദൈവ വഴികളിലൂടെ യാത്ര ചെയ്യുവാനായിട്ട് കഴിയുകയുള്ളൂ. ആ കാര്യം നാം ഓർക്കേണ്ടത് ആവശ്യമാണ്. എന്നാൽ അങ്ങനെ നാം ഈ വഴികളിലൂടെ യാത്ര ചെയ്യുന്നവരാണ്. ഞാൻ വീണ്ടും മടങ്ങി വരുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. ഈ വഴികളിലൂടെ യാത്ര ചെയ്യുന്ന ദൈവമക്കളെ സംബന്ധിച്ച് നാം ഓർക്കേണ്ടതായ കാര്യം ഈ വഴിയുടെ പ്രത്യേകതയാണ്. എന്താണ് ഈ വഴിയുടെ പ്രത്യേകത? ഇസ്രായേൽ മക്കൾ ആ യാത്രയുടെ മരുഭൂമിയിലൂടെ എല്ലാം ആ വാഗ്ദത്ത നാട്ടിലേക്ക് അവർ യാത്ര ചെയ്തു. ആ യാത്രയിലൂടെ എല്ലാം ദൈവികമായ സാന്നിധ്യം ഉണ്ടായിരുന്നു. ഈ വഴിയുടെ പ്രത്യേകത എന്നുള്ളത് ദൈവികമായ സാന്നിധ്യമുണ്ട് എന്നുള്ളതാണ്. ദൈവികമായ സാന്നിധ്യമുണ്ട് എന്നുള്ളതാണ്. മാത്രമല്ല, എല്ലാ പ്രതികൂലങ്ങളെയും അനുകൂലമാക്കി ഇസ്രായേൽ ജനത്തെ അവിടെ നയിച്ചു എന്നുള്ളത് കാണുവാനായിട്ട് കഴിയും. അങ്ങനെയെങ്കിൽ ഞാൻ ഇങ്ങനെ പറയട്ടെ, വീണ്ടെടുക്കപ്പെട്ട ദൈവമക്കളെ സംബന്ധിച്ച് നാം എത്രയോ ഭാഗ്യം സിദ്ധിച്ചവരാണ്. നാം ഇവിടെ ഭാഗ്യമുള്ളവരാണ്. ദൈവമക്കളെ, നാം ഭാഗ്യശാലികൾ. കാരണം ഈ വഴികളിലൂടെ യാത്ര ചെയ്യുവാനായിട്ട് ഭാഗ്യം ലഭിച്ചവരാണ് ഞാനും നിങ്ങളും. അതിനുള്ള കാരണമെന്നുള്ളത് ലംഘനം ക്ഷമിച്ചും പാപം മറച്ചും കിട്ടിയ മനുഷ്യർക്ക് മാത്രമേ ഈ വഴികളിലൂടെ യാത്ര ചെയ്യുവാനായിട്ട് കഴിയുള്ളൂ. ഈ വഴിയുടെ പ്രത്യേകത എന്നുള്ളത് അത് ദൈവികമായ സാന്നിധ്യം ഉള്ള വഴിയാണ്. മത്തായിയുടെ സുവിശേഷത്തിൽ കാണുവാനായിട്ട് കഴിയും: ഞാനോ ലോകാവസാനത്തോളം എല്ലാ നാളും ഞാൻ നിങ്ങളോട് കൂടെയുണ്ട്. അപ്പോൾ ഈ വഴിയുടെ പ്രത്യേകത എന്നുള്ളത് ഈ വഴികളിലൂടെ യാത്ര ചെയ്യുമ്പോൾ നാം തനിച്ചല്ല പോകുന്നത്. ദൈവികമായ സാന്നിധ്യമുണ്ട്. ദൈവം നമ്മോട് കൂടെയുണ്ട്. ആ കാര്യം നാം മറന്നു പോകരുത്. പലപ്പോഴും ഈ വഴികളിലൂടെ ദൈവമക്കളായി നാം മുന്നോട്ട് പോകുമ്പോൾ പലപ്പോഴും നാം ഭയപ്പെടാറുണ്ട്. പലപ്പോഴും നാം പല കാര്യങ്ങൾ ചിന്തിക്കാറുണ്ട്. നാം വ്യാകുലപ്പെടാറുണ്ട്. ഇനി എന്ത് ചെയ്യും, എങ്ങനെ മുന്നോട്ട് പോകുമെന്ന് ചിന്തിക്കുന്ന പല നിമിഷങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വരാം. ഞാൻ ഏകനാണോ എന്നുള്ള ചിന്താഭാരം നമ്മെ കടന്നു പിടിക്കാം. എല്ലാവരും എന്നെ കൈവിട്ടോ എന്ന മനോഭാവം, ചിന്ത നമ്മുടെ ജീവിതത്തിൽ കടന്നു വരാം. എന്നാൽ പ്രിയമുള്ളവരെ, നമ്മോട് കൂടെ മറ്റുള്ളവർ എല്ലാവരും നമ്മെ വിട്ടുപോയാലും നമ്മെ വിട്ടുപോകാത്ത ഒരു കർത്താവ് നമ്മോട് കൂടെ ഉണ്ട്. അതാണ് ഈ വഴികളിലൂടെ യാത്ര ചെയ്യുന്നതിന്റെ വളരെ പ്രധാനമായ കാര്യം എന്നുള്ളൊരു പ്രത്യേകത എന്നുള്ളത്. ഈ വഴിയിൽ ദൈവികമായ സാന്നിധ്യമുണ്ട് എന്നുള്ളതാണ്. മറ്റൊരു കാര്യം എന്നുള്ളത് സങ്കീർത്തനം അത് 32-ാം അധ്യായത്തില് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത് ഈ നടക്കേണ്ടുന്ന വഴി കാണിച്ചു തരും, നമുക്ക് ഉപദേശം പറഞ്ഞു തരുന്നു. ഈ വഴികളിലൂടെ നമ്മെ അവിടെ നിന്ന് കൊണ്ടുപോകും എന്നുള്ളതാണ്. മാത്രമല്ല, ദൈവികമായ സാന്നിധ്യമുള്ള വഴിയാണ്. മാത്രമല്ല, ഈ വഴികളിലൂടെ നടക്കുന്നവർക്ക് ആ ദൈവം അതാത് സമയത്ത് ദൈവികമായ ആ നാം നടക്കേണ്ട വഴി അവൻ നമ്മെ കാണിക്കും, ഉപദേശിച്ചു തരും എന്നുള്ളതാണ്. അതുകൊണ്ട് എത്രയോ എളുപ്പമാണ്. പലപ്പോഴും നാം പറയാറുണ്ട് ക്രിസ്തീയ ജീവിതം എന്നുള്ളത് വളരെ ഭാരമാണെന്ന് ചിന്തിക്കുന്നവരുണ്ട്. എന്നാൽ ക്രിസ്തീയ ജീവിതം ഞാൻ നോക്കിയിട്ട് വളരെ എളുപ്പമാണ്. ഞാൻ
പെരുമ്പാവൂരിൽ നിന്ന് കാരിയിൽ നിന്നാണ് ചില മണിക്കൂറുകൾ യാത്ര ചെയ്താലാണ് ഇവിടെ കടന്നു വരുന്നത്. ഹൈവേയിലൂടെ അല്ലെങ്കിൽ മറ്റ് വഴികളിലൂടെ എല്ലാം നാം പോകുമ്പോൾ, യാത്ര ചെയ്യുമ്പോൾ നമുക്കറിയാം ആ യാത്രയിൽ അനേക സിഗ്നലുകളുണ്ട്, അനേക മുന്നറിയിപ്പുകളുണ്ട്. ഇതൊക്കെ എന്തിനാണ് വെച്ചിരിക്കുന്നത്? സുഗമമായ യാത്ര ചെയ്ത് ലക്ഷ്യസ്ഥാനത്ത് എത്തണം എന്നുള്ളതാണ്. അത് ഹൈവേ റോഡ്, മനോഹരമായ വഴികളൊക്കെ ഇപ്പൊ നമുക്കറിയാം, നമ്മുടെ റോഡുകളുടെ ഹൈവേയുടെ ഒക്കെ അവസ്ഥ നമുക്കറിയാം. പക്ഷെ എങ്കിലും അവിടെയെല്ലാം സൈൻ ബോർഡുകൾ വെച്ചിട്ടുണ്ട്, സിഗ്നലുകളുണ്ട്, അപകട സൂചനകളുണ്ട്. എന്തിനാണ് ഇത് വെച്ചിരിക്കുന്നത്? റോഡ് സുരക്ഷാ ബോർഡുകൾ വലിയ പണം മുടക്കി വെച്ചിരിക്കുന്നതിന്റെ കാരണം എന്നുള്ളത്, ഈ വഴികളിലൂടെ യാത്ര ചെയ്ത് മുന്നോട്ട് പോകുന്നവർ ശരിയാവണ്ണം യാത്ര ചെയ്യണം. വഴി തെറ്റി പോകുവാനായിട്ട് ഒരിക്കലും ഇടയാകരുത്. വലിയ വലിയ അപകടങ്ങൾ ഉണ്ടാകാം, പ്രശ്നങ്ങൾ ഉണ്ടാകാം, ആദ്യമായി സഞ്ചരിക്കുന്ന വഴിയാകാം. അതിലൂടെയെല്ലാം യാത്ര ചെയ്യുമ്പോൾ യാതൊരു കേടുപാടുകൾ കൂടാതെ ലക്ഷ്യസ്ഥാനത്ത് എത്തണമെന്നുള്ളതായ ആ വലിയ ഉദ്ദേശത്തോടു കൂടെയാണ് ഈ സൈൻ ബോർഡുകളൊക്കെ അവിടെ നിന്ന് ക്രമീകരിച്ചിരിക്കുന്നത്. മാത്രമല്ല, ഇന്ന് മറ്റൊരു കാര്യങ്ങളുമുണ്ട്, ക്യാമറയൊക്കെ ഉണ്ട് അല്ലേ? ക്യാമറയൊക്കെ എല്ലാ സംവിധാനങ്ങളും ഉണ്ട്, എല്ലാ കാര്യങ്ങളും ഉണ്ട്. എന്നാൽ ഞാൻ ഇങ്ങനെ പറയട്ടെ, ദൈവത്തിന്റെ മാറ്റമില്ലാത്ത വചനം ദൈവജനത്തിന് നമുക്ക് നൽകിയിരിക്കുകയാണ്. ഈ വഴികളിലൂടെ യാത്ര ചെയ്യുന്ന എനിക്കും നിങ്ങൾക്കും ഈ വചനം നമുക്ക് നൽകിയിരിക്കുകയാണ്. ഇതിലെ കാര്യങ്ങൾ എല്ലാം കൃത്യമായി പാലിച്ചുകൊണ്ട് മുന്നോട്ട് പോയാൽ ഏതൊരു വ്യക്തിക്കും ഈ ക്രിസ്തീയ ജീവിതം അല്ലെങ്കിൽ ദൈവത്തിന്റെ ഈ വഴികളിലൂടെ യാത്ര ചെയ്യുവാൻ വളരെ എളുപ്പമാണ്. വളരെ സന്തോഷത്തോടെ കൂടെ യാത്ര ചെയ്യാനായിട്ട് പറ്റും. പ്രതികൂലങ്ങളുണ്ട്, പ്രശ്നങ്ങളുണ്ട്, ഇതെല്ലാം ഉണ്ട്. എന്നാൽ അതിന്റെ തരണം ചെയ്ത് എങ്ങനെ പോകണം എന്ന് ഇതിലൂടെ നമുക്ക് കാണുവാനായിട്ട് കഴിയും. ഈ വചനത്തിലൂടെ ദൈവം നമുക്ക് നൽകിയിരിക്കുകയാണ്. എവിടെ അപകടമുണ്ട്, എവിടെ ടേൺ ചെയ്യണം, എവിടെ സ്ലോ ചെയ്യണം, എവിടെ ഹോൺ അടിക്കണം, എവിടെ ഹോൺ അടിക്കാതെ മൗനമായി പോകണം, ഇതൊക്കെ വളരെ കൃത്യമായി ദൈവവചനം നമുക്ക് അനുശാസിക്കുകയാണ് പ്രിയമുള്ളവരെ. അതുകൊണ്ട് കുഞ്ഞാടിന്റെ ദൈവത്തിന്റെ ആ ചങ്കിലെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട ദൈവമക്കളെ, ഈ പുതുവഴികളിലൂടെ യാത്ര ചെയ്യുന്ന ദൈവമക്കളോട് ഞാൻ പറയട്ടെ, വളരെ സന്തോഷത്തോടുകൂടെ, വളരെ ആനന്ദത്തോടുകൂടെ ഈ വഴികളിലൂടെ നമുക്ക് യാത്ര ചെയ്യാം. എന്ന് പറഞ്ഞാൽ പ്രശ്നങ്ങളുണ്ടാകും, പ്രതികൂലങ്ങളുണ്ടാകും, എല്ലാം ഉണ്ടാകും. എന്നാൽ അതിനെ എങ്ങനെ തരണം ചെയ്യണം എന്നുള്ളതായ മുന്നറിയിപ്പ് ഈ തിരുവചനത്തിലൂടെ നമുക്ക് കാണുവാനായിട്ട് കഴിയും. ഇത് പാലിച്ച് അങ്ങ് യാത്ര ചെയ്താൽ മതി, യാതൊരു കുഴപ്പവും സംഭവിക്കില്ല. എന്നാൽ വലിയ സമയം മുന്നോട്ട് പോകണമല്ലോ, വലിയ വലിയ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ ഇതിലൂടെ കടന്നു വരാം. എന്നാൽ അതൊക്കെ എന്തിനാണ് നമുക്ക് തരുന്നത്? പലപ്പോഴും നാം ചിന്തിക്കാറുണ്ട്, ഒരു പ്രയാസം വന്നു, വഴിയിലൂടെ പോകുമ്പോൾ ഒരു ടയർ പഞ്ചറാവുക, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും വണ്ടിക്ക് കേടുപാടുകളൊക്കെ പറ്റുന്നു, ഇതൊക്കെ സംഭവിക്കുന്ന കാര്യമാണ്. നമ്മുടെ യാത്രയിലും വലിയ വലിയ ശോധനയും പ്രയാസങ്ങളും വേദനകളും ഒക്കെ കടന്നു വരും. ഒരുപക്ഷെ നാമും ചിന്തിക്കാറുണ്ട്, എന്തിനാണ് ഇതൊക്കെ? എന്താണ് കർത്താവേ, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു, ഞാൻ നിന്നെ സേവിക്കുന്നു, ഞാൻ നിന്റെ വയലിൽ അധ്വാനിക്കുന്നു, ഞാൻ നിന്നെ പിൻപറ്റി മറ്റുള്ളവരുടെ നിന്ദയും അപമാനങ്ങളൊക്കെ സഹിച്ചുകൊണ്ട് കർത്താവിന് വേണ്ടി ഇറങ്ങിത്തിരിച്ചു, എന്തുകൊണ്ട് ഇതൊക്കെ സംഭവിക്കുന്നു? പലപ്പോഴും നാം ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. എന്നാൽ ഞാൻ ഇങ്ങനെ പറയട്ടെ, ചെറിയ ചെറിയ ശോധനയാണ് ദൈവം നമുക്ക് നൽകുന്നത്. എന്തിനു വേണ്ടിയാണ്? എന്നാൽ ഒരു കാര്യം നാം ഓർക്കേണ്ടത് ആവശ്യമാണ്. ഈ ചെറിയ ഒരു ശോധന നമുക്ക് തരുമ്പോൾ അത് എങ്ങനെ അതിനെ ഓവർകം ചെയ്യുന്നു, അതിനെ എങ്ങനെ നാം തരണം ചെയ്യുന്നു എന്ന് നമുക്ക് ആ ഓവർകം ചെയ്ത് മുന്നോട്ട് പോകുവാൻ ദൈവം നമ്മോട് കൂടെ നിന്ന് ദൈവം നമ്മെ സഹായിക്കുകയാണ്. എന്തിനാണ് ഇത് ചെയ്യുന്നത്? ചെറിയ ചെറിയ ശോധനകൾ വരുന്നത് എന്തിനാണ്? ഒരുപക്ഷെ വലിയ അപകടം നമ്മുടെ മുന്നിൽ വരുവാൻ സാധ്യതയുണ്ട്. വലിയ പ്രതിസന്ധികൾ, പ്രതികൂലങ്ങൾ ഒരുപക്ഷെ നമ്മുടെ മുന്നിൽ, ഈ യാത്രയിൽ ഒരുപക്ഷെ നമ്മുടെ മുന്നിൽ വന്നേക്കാം. എന്നാൽ ഇത് കാണുമ്പോൾ നാം ഭയപ്പെട്ടു പോകരുത്. ഇത് കാണുമ്പോൾ നാം ക്രിസ്തീയ വഴിവിട്ട് വ്യതിചലിക്കുവാനായിട്ട് പാടില്ല. അതുകൊണ്ട് ഓരോ ചെറിയ ചെറിയ ശോധനകളും കഷ്ടതകളും പ്രയാസങ്ങളൊക്കെ ഈ വഴികളിലൂടെ യാത്ര ചെയ്യുമ്പോൾ ദൈവം നമുക്ക് അനുവദിക്കുന്നു.
എന്നാൽ പ്രിയമുള്ളവരെ, നാം തളർന്നു പോകരുത്, ക്ഷീണിച്ചു പോകരുത്. എന്തിനു വേണ്ടിയാണ്? ഇതിനെ ഈ ചെറുതിനെ തരണം ചെയ്തു പോകുമ്പോഴാണ് നാം ഒന്നുകൂടെ എന്താണ് പവർ ലഭിക്കുക. ഒന്നുകൂടെ നമ്മുടെ ക്രിസ്തീയ ജീവിതം ബലമുള്ളവരായി തീർക്കുകയാണ്. ക്രിസ്തീയ ജീവിതത്തിന് ധൈര്യമുണ്ടാകുകയാണ്. ഏത് വലിയ പ്രശ്നങ്ങളെ നേരിടുവാനുള്ള ശക്തി നാം ആർജിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് പ്രിയമുള്ളവരെ, നാം നമ്മുടെ ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ വരുമ്പോൾ നാം അത് തളർന്നു പോകേണ്ട ആവശ്യമില്ല. അത് ഈ യാത്രയിലൂടെ നമുക്കത് കാണുവാനായിട്ട് കഴിയും. എന്നാൽ നമ്മുടെ കർത്താവ് നമ്മോട് കൂടെയുണ്ട്. ദൈവത്തിന്റെ സാന്നിധ്യം നമ്മോട് കൂടെയുണ്ട്. വഴി ഏതിലെ എന്ന് ഉപദേശം പറഞ്ഞ് നാം പോകേണ്ടുന്ന വഴി ഉപദേശിച്ചു തരുവാൻ നമ്മുടെ കർത്താവ് നമ്മോട് കൂടെയുണ്ട്. അത് പറഞ്ഞുകൊണ്ട് അനേക കാര്യങ്ങളുണ്ടെങ്കിലും ഒന്ന് രണ്ട് കാര്യങ്ങൾ കൂടെ പറയേണ്ടതുണ്ടല്ലോ. അതുകൊണ്ട് മറ്റൊരു കാര്യത്തിലേക്ക് ദൈവം നമ്മോട് ആവശ്യപ്പെടുന്ന മറ്റൊരു കാര്യം നമുക്ക് വായിക്കാം. ആവർത്തന പുസ്തകം 4-ാം അധ്യായം അതിന്റെ 10-ാം വാക്യം. ശേഷാൽ ഹോറേബിൽ നിന്റെ ദൈവമായ യഹോവയുടെ സന്നിധിയിൽ നിന്ന ദിവസത്തിൽ ഉണ്ടായ കാര്യം മറക്കരുത്. അന്ന് യഹോവ എന്നോട്, ജനത്തെ എൻ്റെ അടുക്കൽ വിളിച്ചു കൂട്ടുക, ഞാൻ എൻ്റെ വചനങ്ങൾ അവരെ കേൾപ്പിക്കും. അവർ ഭൂമിയിൽ ജീവിച്ചിരിക്കുന്ന നാളൊക്കെയും എന്നെ ഭയപ്പെടുവാൻ പഠിക്കുകയും തങ്ങളുടെ മക്കളെ പഠിപ്പിക്കുകയും വേണം എന്ന് കൽപ്പിച്ചു. ഇവിടെ രണ്ടാമത് ദൈവം നമ്മോട് ആവശ്യപ്പെടുന്ന രണ്ടാമത്തെ കാര്യം എന്നുള്ളത് ദൈവത്തെ ഭയപ്പെടണം എന്നുള്ളതാണ്. ദൈവത്തെ നാം ഭയപ്പെടണം. എന്താണ് ദൈവത്തെ ഭയപ്പെടുക എന്ന് പറയുമ്പോൾ? നമുക്ക് മറ്റുള്ള നിലയിൽ ചിന്തിക്കുന്നതിലുള്ള ഒരു ഭയപ്പാടല്ല ദൈവത്തെ ഭയപ്പെടുക എന്ന് നാം പറയുമ്പോൾ. ഭൂമിയിൽ നാം ജീവിക്കുന്നിടത്തോളം കാലം ദൈവത്തെ ഭയപ്പെട്ട് ദൈവത്തിന്റെ കൽപ്പന അനുസരിച്ച് നാം ജീവിക്കേണ്ടത് ആവശ്യമാണ്. ഇസ്രായേൽ മക്കളോടുള്ള ബന്ധത്തിലും ആ ദൈവത്തിന് ഭയപ്പെട്ട് ജീവിച്ചില്ലെങ്കിൽ വരുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് അവരുടെ ജീവിതത്തിലൂടെ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. എന്നാൽ പ്രിയമുള്ളവരെ, നമ്മുടെ ക്രിസ്തീയ ജീവിതത്തോടുള്ള ബന്ധത്തിൽ നാം ഇവിടെ വായിച്ച ഒരു കാര്യം വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. നാം ദൈവത്തെ ഭയപ്പെടുകയും അവിടെ വായിച്ചത് നാം ദൈവത്തെ ഭയപ്പെടുകയും ഭയപ്പെടുവാൻ പഠിപ്പിക്കുകയും വേണം കേട്ടോ. അപ്പോൾ നാം ഭയപ്പെടണം. നമ്മുടെ മക്കളോട്, മറ്റുള്ളവരോട് ദൈവത്തെ ഭയപ്പെടണമെന്ന് പഠിപ്പിക്കുകയും ചെയ്യണം. കാരണം എന്താണ്? ദൈവം മഹാദൈവമാണ്. ദൈവം നമ്മെ എല്ലാവരെയും സ്നേഹിക്കുന്നു. അപ്പോൾ തന്നെ ദൈവം നീതിമാനാണ്, ദൈവം പരിശുദ്ധനാണ്, ദൈവം അവിടുന്ന് മുഖപക്ഷമില്ലാത്തവനാണ്. അതുകൊണ്ട് ദൈവത്തെ ഭയപ്പെടണം എന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയും. ആവർത്തന പുസ്തകത്തിൽ തന്നെ 10-17 വരുമ്പോൾ നമുക്ക് അവിടെ കാണുവാനായിട്ട് കഴിയുന്നത് ദൈവാദി ദൈവം, കർത്താദി കർത്താവ്, അവൻ വല്ലഭനും ഭയങ്കരനുമായ മഹാദൈവമാണ്. മറ്റൊരു കാര്യം അവിടെ കാണാനായിട്ട് കഴിയുന്നത്, അവൻ മുഖം നോക്കുന്നില്ല, പ്രതിഫലം വാങ്ങുന്നില്ല. അതുകൊണ്ട് ദൈവത്തെ ഭയപ്പെടണം. ഇന്ന് യാതൊരു കാര്യത്തിലും ലോകത്തില് നോക്കുമ്പോൾ യാതൊരു ഭയമില്ല. എന്തും പ്രവർത്തിക്കാം. ലോകത്തിന്റെ കാഴ്ചകൾ അങ്ങനെയാണ് നമുക്ക് കാണാനായിട്ട് കഴിയുന്നത്. ആരെയും കൊല്ലാം, എന്തും പറയാം, എന്തും ചെയ്യാം, എന്തും പ്രവർത്തിക്കാം. ആരെയും ഭയമില്ല. കാരണം എന്താണ്? പണമുണ്ടെങ്കിൽ അല്ലെങ്കിൽ സ്വാധീനമുണ്ടെങ്കിൽ നമുക്ക് എല്ലാത്തിൽ നിന്നും സ്വാതന്ത്ര്യം പ്രാപിച്ച്, തെറ്റിൽ നിന്ന് വിമുക്തി പ്രാപിച്ച് സുഖമായിട്ട് മുന്നോട്ട് പോകുന്നത് കാണുവാനായിട്ട് കഴിയും. എന്നാൽ വീണ്ടെടുക്കപ്പെട്ട ദൈവമക്കളെ നമ്മെ സംബന്ധിച്ച് ഒരു കാര്യം ഞാൻ ഇവിടെ കാണുവാനായിട്ട് കഴിയുന്നത്, വലിയവനായ യഹോവയായ ദൈവം, അവൻ മഹാദൈവമാണ്, അവൻ വലിയവനായ ദൈവമാണ്. ആ ദൈവത്തിന്റെ മുൻപാകെ ഒന്നും മറവായിട്ടില്ല. അവൻ സർവശക്തനും സർവജ്ഞാനിയും സർവവ്യാപിയുമാണ്. മാത്രമല്ല അവൻ മുഖപക്ഷം ഇല്ലാത്തവനാണ്.
അവൻ പ്രതിഫലം വാങ്ങുന്നില്ല. അതുകൊണ്ട് അവൻ ഭയപ്പെടേണ്ടത് ആവശ്യമാണ്. ഇസ്രായേലിനോട് ദൈവത്തിന്റെ ജനമായിരുന്ന എല്ലാവരോടും ഒരേപോലെ കാണുവാനായിട്ട് കഴിയും. എന്നാൽ ഞാൻ ഇങ്ങനെ പറയട്ടെ, ദൈവമക്കളെ, നമ്മുടെ ജീവിതത്തിൽ അവനും മുഖം നോക്കുന്നവനല്ല, അവൻ പ്രതിഫലം വാങ്ങുന്നില്ല. സ്ത്രീയെന്നോ പുരുഷനെന്നോ ചെറിയവനെന്നോ വലിയവനെന്നോ ഒന്നും നോക്കുന്നില്ല. സുവിശേഷകനായാലും മൂപ്പനായാലും ശുശ്രൂഷകനായാലും ആരായാലും ദൈവത്തെ ഭയപ്പെട്ട് ജീവിക്കണമെന്ന് ദൈവവചനം നമ്മോട് പറയുകയാണ്. മാത്രമല്ല, നാം ദൈവത്തെ ഭയപ്പെടുകയും നാം നമ്മുടെ തലമുറയെ അത് പഠിപ്പിക്കുകയും ചെയ്യണം. യോഹന്നാന്റെ സുവിശേഷം 12-ാം അധ്യായം 48 വരുമ്പോൾ അവിടെ ഒരു വാക്ക് ഇങ്ങനെ കാണുവാനായിട്ട് കഴിയും: എന്റെ വചനം കൈക്കൊള്ളാതെ എന്നെ തള്ളിക്കളയുന്നവനെ ന്യായം വിധിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ ദൈവത്തിന്റെ വചനം കൈക്കൊള്ളാതെ തള്ളിക്കളയുന്നവനെ ന്യായം വിധിക്കുന്ന ഒരു ദൈവം ഈ ലോകത്തെ ന്യായം വിധിക്കും. നമുക്കറിയാം, ന്യായവിധിയെ കുറിച്ച് നമുക്കറിയാം. ദൈവമക്കളെ ബന്ധത്തിലുള്ള ഇത് കാര്യങ്ങളൊക്കെ ഇതിനോടുള്ള ബന്ധത്തിൽ നമുക്ക് കാണുവാനായിട്ട് കഴിയും. എന്നാൽ ഞാൻ പറയുവാനായിട്ട് ഉദ്ദേശിച്ച കാര്യം എന്നുള്ളത് ദൈവത്തെ ഭയപ്പെടണം എന്നുള്ളതാണ്. എന്നാൽ ഇന്ന് ദൈവത്തെ ഭയപ്പെടുന്നുണ്ടോ? നാം ദൈവത്തിന്റെ ഭയപ്പെട്ടാണോ മുന്നോട്ട് പോകുന്നത്? ദൈവത്തിന്റെ ദൈവത്തെ നാം ഭയപ്പെടേണ്ടത് ആവശ്യമാണ്. കാരണം അവൻ മുഖം നോക്കുന്നവനല്ല, അവൻ മുഖം നോക്കുന്നില്ല, പ്രതിഫലം വാങ്ങുന്നില്ല. അതുകൊണ്ട് അവൻ വല്ലഭനും ഭയങ്കരനുമാണ്. ആ ദൈവത്തിന്റെ മുൻപാകെ നാം ഓരോരുത്തരും നിൽക്കേണ്ടിയിരിക്കുന്നു. അതുകൊണ്ട് നാം ദൈവത്തെ ഭയപ്പെടണം എന്നുള്ളത് നമുക്ക് കാണുവാനായിട്ട് കഴിയും. മറ്റൊരു കാര്യം എന്നുള്ളത് നാം ദൈവത്തെ സേവിക്കുക എന്നുള്ളതാണ്. ആവർത്തന പുസ്തകം തന്നെ 6-ാം അധ്യായം അതിന്റെ 13-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ നമുക്കവിടെ കാണുവാനായിട്ട് കഴിയും: നിന്റെ ദൈവമായ യഹോവയെ ഭയപ്പെട്ട് അവനെ സേവിക്കണം എന്ന്. പ്രിയമുള്ളവരെ, ദൈവം നമ്മോട് ആവശ്യപ്പെടുന്ന മറ്റൊരു കാര്യമാണ് നാം ദൈവത്തെ സേവിക്കണം. ദൈവമക്കളായ നാം ദൈവത്തെ സേവിക്കണം. ആവർത്തന പുസ്തകം 10-ാം അധ്യായം 12-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ മറ്റൊരു കാര്യം പറയുന്നത് എങ്ങനെ നാം സേവിക്കണം എന്നുള്ളത്. പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും കൂടെ ദൈവത്തെ സേവിക്കണം എന്നുള്ളതാണ്. പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും കൂടെ നാം ദൈവത്തെ സേവിക്കണം എന്നുള്ളതാണ്. എന്നാൽ ഇന്ന് നാം ദൈവത്തെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും കൂടെ നാം ദൈവത്തെ സേവിക്കുന്നുണ്ട്. യാക്കോബിനെ കുറിച്ച് നമുക്കറിയാം. യാക്കോബ് ലാബാനെ സേവിച്ചു. എത്ര വർഷം സേവിച്ചു? 14 വർഷം ലാബാനെ യാക്കോബ് സേവിച്ചു. എന്തിനു വേണ്ടിയായിരുന്നു? അവന് കാര്യസാധ്യത്തിന് വേണ്ടി. അവൻ കാര്യസാധ്യത്തിന് വേണ്ടി 14 വർഷം അവിടെ ലാബാനെ സേവിച്ചു എന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയും. ആ ഉൽപ്പത്തി പുസ്തകം 31-ാം അധ്യായം അതിന്റെ 6-ാം വാക്യത്തിൽ നാം കാണുന്നത്: ഞാൻ എന്റെ സർവ്വബലത്തോടും കൂടെ ലാബാനെ സേവിച്ചു എന്നുള്ളതാണ്. ഞാൻ സർവ്വബലത്തോടും കൂടെ ലാബാനെ സേവിച്ചു. അതെന്തിനു വേണ്ടിയായിരുന്നു? അവന്റെ സ്വാർത്ഥം അല്ലെങ്കിൽ അവന്റെ കാര്യസാധ്യത്തിന് വേണ്ടിയാണ്. ആ 14 വർഷം പോയത് അവൻ അറിഞ്ഞില്ല. കാരണം അവന്റെ ചിന്തയിൽ ഒറ്റ കാര്യമേ ഉണ്ടായിരുന്നുള്ളൂ. ആ ലക്ഷ്യത്തിനു വേണ്ടി ലാബാനെ അവന്റെ സർവ്വബലത്തോടും കൂടെ 14 വർഷം അവിടെ നിന്ന് സേവിച്ചു എന്ന് കാണുവാനായിട്ട് കഴിയും. എന്നാൽ ഞാൻ ഇങ്ങനെ പറയട്ടെ, നാം ദൈവത്തെ ഇതേപോലുള്ള കാര്യസാധ്യത്തിന് വേണ്ടിയാണോ ദൈവത്തെ സേവിക്കുന്നത്? നാം പലപ്പോഴും ദൈവത്തെ എങ്ങനെയാണ് സേവിക്കുന്നത്? സേവിക്കുക എന്ന് പറഞ്ഞാൽ അതിന്റെ യഥാർത്ഥമായ അർത്ഥം ഞാനൊന്ന് നോക്കിയപ്പോൾ അവിടെ കണ്ടത് ഇങ്ങനെയാണ്: സേവനം ചെയ്യുക, ശുശ്രൂഷ ചെയ്യുക എന്നുള്ളതാണ്. സേവിക്കുക എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം സേവനം ചെയ്യുക, ശുശ്രൂഷ ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ദൈവത്തെ സേവിക്കുക എന്ന് പറഞ്ഞാൽ ദൈവത്തിന് വേണ്ടി സേവനം ചെയ്യുക.
പ്രതിഫലം പ്രതീക്ഷിക്കാതെ എന്നെ സ്നേഹിച്ച, എനിക്ക് വേണ്ടി ജീവൻ തന്ന, എന്നെ വീണ്ടെടുത്ത ആ സ്വർഗീയമായ യജമാനനെ സേവിക്കുക. അതാണ് നമ്മുടെ മനോഭാവം. അല്ലെങ്കിൽ ആ സ്വർഗീയമായ യജമാനനെ ശുശ്രൂഷിക്കുക എന്നുള്ളതാണ് ദൈവം നമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്നത്. അതാണ് സേവിക്കുക എന്ന് പറഞ്ഞാൽ. എന്നാൽ ഇന്ന് ആ നിലയിൽ പൂർണ്ണ ഹൃദയത്തോടുകൂടെ, പൂർണ്ണ മനസ്സോടുകൂടെ നമ്മെ വീണ്ടെടുത്ത ആ സ്വർഗീയമായ യജമാനനെ വേണ്ടി അവനെ സേവിക്കുവാനായിട്ട് നമുക്ക് കഴിയുന്നുണ്ടോ? ആ ദൈവം ഏൽപ്പിച്ചിരിക്കുന്ന ശുശ്രൂഷ പൂർണ്ണ ഹൃദയത്തോടുകൂടെ നമുക്ക് ചെയ്യുവാനായിട്ട് കഴിയുന്നുണ്ടോ? ഇവിടെ ദൈവദാസന്മാരാണ് അനേകരുണ്ടല്ലോ, പലരുമുണ്ടല്ലോ. നമുക്ക് നമ്മോട് തന്നെ ഒന്ന് ചോദിക്കുക. ദൈവം നമ്മെ ഏൽപ്പിച്ചിരിക്കുന്ന, ചെറുതായിക്കോട്ടെ വലുതായിക്കോട്ടെ, ദൈവം നമ്മെ ഏൽപ്പിച്ചിരിക്കുന്ന ഏതൊരു ശുശ്രൂഷയും അത് ആ മനോഭാവത്തോട് നമുക്ക് ശുശ്രൂഷ ചെയ്യുവാനായിട്ട് നമുക്ക് കഴിയുന്നുണ്ടോ? ആ സ്വർഗീയമായ യജമാനനെ പൂർണ്ണ ഹൃദയത്തോടുകൂടെ നമുക്ക് അവനെ സേവിക്കുവാനായിട്ട് കഴിയുന്നുണ്ടോ? ഇല്ല എങ്കിൽ നാം നമ്മുടെ ഇനിയുള്ള ദിവസങ്ങൾ ആ നിലയിലേക്ക് മടങ്ങി വരേണ്ടതായ സാഹചര്യമുണ്ട്. യാക്കോബിനോട് ദൈവം പറഞ്ഞു, യാക്കോബേ, നീ ലാബാനെ സേവിച്ചത് മതി, നീ ബഥേലിലേക്ക് പുറപ്പെടണം. നീ ലാബാനെ സേവിച്ചത് മതി. 14 വർഷം നീ ലാബാനെ സേവിച്ചു. അത് എന്തിനു വേണ്ടിയായിരുന്നു? നിനക്ക് വേണ്ടിയായിരുന്നു. എന്നാൽ അല്ലയോ യാക്കോബേ, നീ ബഥേലിലേക്ക് മടങ്ങുക. ദൈവം അവനോട് വളരെ വ്യക്തമായി ദൈവം ഇടപെട്ടു. എന്നാൽ ഞാനിങ്ങനെ പറയട്ടെ, പ്രിയ ദൈവജനമേ, നാം ഇത്രയും കാലം സേവിക്കുകയുണ്ടായി. നാം ആർക്കു വേണ്ടിയാണ് സേവിച്ചത്? ജനത്തിനു വേണ്ടിയാണോ? സംഘടനകൾക്ക് വേണ്ടിയാണോ? മറ്റ് കാര്യസാധ്യത്തിന് വേണ്ടിയാണോ നാം ദൈവത്തെ സേവിച്ചു കൊണ്ടിരിക്കുന്നത്? നാം മറ്റുള്ളവ സ്വാർത്ഥമായ താല്പര്യത്തിന് വേണ്ടിയാണോ നാം ഓരോ ശുശ്രൂഷകൾ ചെയ്യുന്നത്? മറ്റുള്ളവരുടെ മുമ്പാകെ മാനം ലഭിക്കുവാൻ വേണ്ടിയാണോ ദൈവികമായ ശുശ്രൂഷ നാം ചെയ്യുന്നത്? അങ്ങനെയെങ്കിൽ തെറ്റി, പ്രിയമുള്ളവരെ. നാം ദൈവം നമ്മെ ഏൽപ്പിച്ചിരിക്കുന്ന ചെറുതോ വലുതോ ആയ ഏതൊരു ശുശ്രൂഷയും അത് നാം ചെയ്യേണ്ടത് പൂർണ്ണ ഹൃദയത്തോടുകൂടെ നാം ദൈവത്തെ സേവിക്കണം. സേവനം എന്ന് പറഞ്ഞാൽ ഞാൻ ഓർപ്പിക്കുകയുണ്ടായി, സേവനം ചെയ്യുക എന്നതാണ്. സേവിക്കുക എന്ന് പറഞ്ഞാൽ സേവനം ചെയ്യുക എന്നുള്ളതാണ്. അവനെ ശുശ്രൂഷിക്കുക എന്നുള്ളതാണ്. ബഥേലിലേക്ക് മടങ്ങിപ്പോകുവാൻ യാക്കോബിനോട് ദൈവം ആവശ്യപ്പെട്ടുവെങ്കിൽ, പ്രിയപ്പെട്ടവരെ, ദൈവവചനം ഇന്നും നമ്മോട് പറയുകയാണ്, നീ ബഥേലിലേക്ക് മടങ്ങി പോകുക. ഉടമ്പടി ചെയ്ത ഒരു ദിവസമുണ്ട്. ഉടമ്പടി ചെയ്ത ഒരു ദിവസമുണ്ട്. അങ്ങനെ ഒരു മടങ്ങിപ്പോക്ക് നമുക്ക് ആവശ്യമാണോ? എവിടെയെങ്കിലും പരാജയം നമുക്കുണ്ടായിട്ടുണ്ടോ? ദൈവത്തെ സേവിക്കുന്ന കാര്യത്തിൽ എവിടെയെങ്കിലും പരാജയം നമുക്കുണ്ടോ? ഉണ്ടെങ്കിൽ, പ്രിയമുള്ളവരെ, ദൈവം നമ്മോട് പറയാണ്, നീ അത് മതിയാക്കുക. നീ ലോകത്തെ സേവിച്ചത് മതി. നിന്റെ സ്വാർത്ഥമായ താല്പര്യത്തിന് വേണ്ടി ദൈവത്തെ സേവിച്ചത് മതി. ഈ ലോകത്തിന് വേണ്ടി സേവിച്ചത് മതി. സംഘടനകൾക്ക് വേണ്ടി പ്രവർത്തിച്ചത് മതി. നീ എനിക്ക് വേണ്ടി ഇനിയുള്ള കാലം ജീവിക്കുക. ഇനി എനിക്ക് വേണ്ടി നീ പ്രവർത്തിക്കുക. നീ എനിക്ക് വേണ്ടി സേവനം ചെയ്യുക. നീ എനിക്ക് വേണ്ടി ശുശ്രൂഷ ചെയ്യുക. ലാബാനെ സേവിച്ചത് മതി. യാക്കോബിന് ദൈവം വളരെ ഹൃദ്യമായി അവിടെ ഇടപെടുകയാണ്. ലാബാന്റെ നിന്ന് പടിയിറങ്ങുന്ന, ദൈവത്തിന്റെ വാക്കുകൾ അനുസരിച്ച്, ദൈവത്തെ ഭയപ്പെട്ട്, ദൈവത്തിന്റെ വാക്ക് കേട്ട് അനുസരിച്ച് ഇറങ്ങിയ യാക്കോബിനെ നമുക്ക് കാണുവാനായിട്ട് കഴിയും. പ്രിയമുള്ളവരെ, ഒരു മടങ്ങി വരവ് നമുക്ക് ആവശ്യമാണ്. ഏതെങ്കിലും കാര്യത്തിൽ നമുക്കൊരു മടങ്ങി വരവ് ആവശ്യമാണോ? സ്വർഗീയമായ യജമാനന്മാരുടെ ദാസന്മാരാണ് ഇവിടെ കടന്നു വന്നുള്ള എല്ലാ പ്രിയപ്പെട്ടവരും. നാം ദൈവത്തിന്റെ ദാസന്മാരാണ്. യജമാനനെ സേവിക്കേണ്ടവരാണ് ഞാനും നിങ്ങളും.
എന്നാൽ വാസ്തവമായും ആ സ്വർഗീയമായ യജമാനനെ സേവിക്കുവാനായിട്ട് നമുക്ക് കഴിയുന്നുണ്ടോ? ഉൽപ്പത്തി പുസ്തകത്തിലേക്ക് വരുമ്പോൾ അബ്രഹാമിന്റെ ദാസനെ കുറിച്ച് നമുക്ക് കാണുവാനായിട്ട് കഴിയും. അബ്രഹാമിന്റെ ഇഷ്ടം എന്താണെന്ന് അറിഞ്ഞ് ആ അബ്രഹാമിന്റെ ദാസൻ പ്രവർത്തിക്കുന്നത് നമുക്ക് കാണുവാനായിട്ട് കഴിയും. സമയമില്ലാത്തത് കൊണ്ട് അത് ഞാൻ വിശദീകരിക്കുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നില്ല. അങ്ങനെയെങ്കിൽ പ്രിയമുള്ളവരെ, ഞാൻ ഇങ്ങനെ പറയട്ടെ, നാം സ്വർഗീയമായ യജമാനന്റെ ദാസന്മാരാണ്. ഒരു ദാസൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, യജമാനന്റെ ഇഷ്ടം പൂർണ്ണമായി ചെയ്യുക, അവനെ സേവിക്കുക, അവന് വേണ്ടി ശുശ്രൂഷ ചെയ്യുക. ഇതാണ് യജമാനന്റെ ദാസന്റെ ഉത്തരവാദിത്വം എന്നുള്ളത്. ഒരു യജമാനൻ നമ്മെ അവിടുന്ന് നമുക്കറിയാം, പഴയ ദിനത്തിൽ തന്നെ പഴയ പുസ്തകത്തിലേക്ക് വരുമ്പോൾ ഒരു അടിമയെ കുറിച്ച് നമുക്ക് കാണുവാനായിട്ട് കഴിയും. ഒരു അടിമയെ 6 വർഷം അല്ലെ 6 വർഷം ഒരു യജമാനനെ സേവിക്കുവാനായിട്ടുള്ള സ്വാതന്ത്ര്യമുണ്ട്. എന്നാൽ അതിനുശേഷം അവനെ സ്വതന്ത്രരാക്കി അയക്കുവാനും ഈ യജമാനന് സാധിക്കും. അങ്ങനെ വരുമ്പോൾ ഈ കാലഘട്ടം അത്രയും കാലം ഒരു യജമാനനെ സേവിച്ച ആ അടിമ ദാസൻ, ആ ദാസനെ പൊതുവായി കൊണ്ടുവന്ന് അവനോട് പറയാണ്, നിനക്ക് ഇത്രയും നാൾ എന്നെ നീ സേവിച്ചു, എന്നോട് കൂടെ ഇരുന്നു, നിനക്ക് ആ അടിമയോട് യജമാനൻ പറയാണ്, നിനക്ക് ഇനി മറ്റ് യജമാനന്മാരെ കൂടെ നിനക്ക് പോകാം എന്ന് പറഞ്ഞാൽ ആ അടിമ പറയുകയാണ്, ആ ദാസൻ പറയാണ്, യജമാനനെ ഞാൻ അങ്ങയെ വിട്ട് മറ്റൊരു ദാസനെ ശുശ്രൂഷിക്കുവാൻ, മറ്റൊരു യജമാനനെ ശുശ്രൂഷിക്കുവാൻ, മറ്റൊരു യജമാനന് വേണ്ടി അവനെ സേവിക്കുവാനായിട്ട് ഞാൻ പോകുന്നില്ല എന്ന് ആ അടിമ പറഞ്ഞാൽ, നമുക്കറിയാം, ദേവാലയത്തിലേക്ക് കൊണ്ടുവന്ന് അവന്റെ ചെവി ആ കട്ടിലിനോട് ചേർത്ത്, കതകിനോട് ചേർത്ത് വെച്ച് തുളയ്ക്കണം. അങ്ങനെ തുളച്ച ഒരു ഉടമ്പടിയാണ് അവിടെ കാണുവാനായിട്ട് കഴിയുന്നത്. ആ യജമാനനോട് പറയുന്ന ദാസൻ പറയുന്ന ഒരു കാര്യമുണ്ട്, യജമാനനെ അങ്ങയെ വിട്ട് ഞാൻ ഒരിക്കലും ഒരു സ്ഥലത്തും ഇല്ല, ഞാൻ എന്നേക്കുമായി അങ്ങയുടെ അടിമയാണ്. എന്നാൽ ഇത് ഞാൻ എന്തിനാ പറഞ്ഞ എന്ന് പറഞ്ഞാൽ, പ്രിയമുള്ളവരെ, നാം ഈ യേശു ക്രിസ്തുവിനെ നമ്മുടെ രക്ഷകനും കർത്താവുമായിട്ട് അംഗീകരിച്ചപ്പോൾ ഒരു ഉടമ്പടി നാം ചെയ്തു. ഇനി ജീവനുള്ള കാലം, എനിക്ക് ആയുസ് തരുന്ന കാലം ഞാൻ അങ്ങയുടെ ദാസനാണ്. അങ്ങയ്ക്ക് വേണ്ടി ശുശ്രൂഷയ്ക്കായിട്ട് ഞാൻ എന്നെ തന്നെ സമർപ്പിക്കുന്നു. സ്വർഗീയമായ യജമാനനെ അങ്ങയുടെ ദാസനാണ് ഞാൻ. അങ്ങയ്ക്ക് വേണ്ടി ഇനിയുള്ള കാലം ഞാൻ ജീവിച്ചു കൊള്ളാമെന്ന് ഉടമ്പടിയിലൂടെയാണ് ഞാനും നിങ്ങളും ദൈവമക്കളായി തീരുന്നതെങ്കിൽ ആ യജമാനനെ സേവിക്കുവാനായിട്ട് നമുക്ക് കഴിയുന്നുണ്ടോ? അവനെ പൂർണ്ണമായും നമുക്ക് പൂർണ്ണ ഹൃദയത്തോടുകൂടെ ആ യജമാനന്റെ ഇഷ്ടം ചെയ്യുവാനായിട്ട് നമുക്ക് കഴിയുന്നുണ്ടോ? എവിടെയെങ്കിലും പരാജയമുണ്ടെങ്കിൽ ഒന്ന് വിചിന്തനം ചെയ്യുവാൻ ഇതാ നമുക്ക് അവസരമാണ്. കർത്താവ് നമ്മെ ആ സ്വർഗീയമായ യജമാനൻ എന്തു പറയുന്നുവോ അത് അങ്ങനെ തന്നെ അനുസരിക്കുക. അതാണ് ദൈവം നമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്നത്. ഈ ദാസനെ സംബന്ധിച്ച്, അടിമയെ സംബന്ധിച്ച് അവിടെ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്, അവന് സ്വന്തമായി ഒരഭിപ്രായമില്ല, അവന് സ്വന്തമായ ഒരു തീരുമാനമില്ല. അവന്റെ യജമാനൻ എന്തു പറയുന്നുവോ അത് അങ്ങനെ തന്നെ അനുസരിക്കുക, അവനെ ശുശ്രൂഷിക്കുക, അവന് വേണ്ടി സേവനം ചെയ്യുക. ഇതാണ് ആ അടിമയെ സംബന്ധിച്ച് അവനിൽ നിക്ഷിപ്തമായിരിക്കുന്ന, അവൻ ജീവിക്കുന്ന അതിനു വേണ്ടിയാണ്. അവനെ വീണ്ടെടുത്ത, അവനെ സ്വന്തമാക്കിയ ആ യജമാനന് വേണ്ടി അന്ത്യം വരെയും ജീവിക്കുക, അവനെ വേണ്ടി ശുശ്രൂഷിക്കുക, അവന് വേണ്ടി സേവനം ചെയ്യുക എന്ന ആ വലിയ ദൗത്യമാണ് അവൻ ഏറ്റിരിക്കുന്നത്. അവന്റെ അന്ത്യം വരെയും അങ്ങനെ ജീവിക്കും. എന്നാൽ പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിൽ ആ സ്വർഗീയമായ യജമാനന് വേണ്ടി നാം ഈ ഉടമ്പടിയിലൂടെയാണ് നാം മുന്നോട്ട് വന്നിരിക്കുന്നത്. എന്റെ സ്വർഗീയമായ യജമാനന് വേണ്ടി എനിക്കൊരു അഭിപ്രായമില്ല. കർത്താവേ, നീ പറയുന്നതാണ് അനുസരിക്കാം. നീ എന്ത് പറഞ്ഞാലും ഞാൻ അതനുസരിക്കാം. നീ എവിടെ പോകാൻ പറഞ്ഞാലും ഞാൻ പോകാം. അതാണ് സേവനം. അതാണ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകേണ്ടത്. പലപ്പോഴും നമുക്കങ്ങനെ കഴിയുന്നുണ്ടോ?
കർത്താവ് നമ്മെ അയക്കാൻ ഒരു സ്ഥലത്തേക്ക് നീ പോകണം, നീ ശുശ്രൂഷയ്ക്കായിട്ട് പോകണം, അല്ലെങ്കിൽ ദൈവവചനം പറയുമ്പോൾ ആ വചനം വളരെ വ്യക്തമായി നീ പറയണം, അത് പ്രസംഗിക്കണം, അത് പ്രസ്താവിക്കണം. അതങ്ങനെ തന്നെ ഏറ്റെടുത്തുകൊണ്ട് മറ്റുള്ളവരെ നോക്കാതെ, ദൈവത്തെ മനുഷ്യരെ ഭയപ്പെടാതെ, ഭീരുക്കളാകാതെ, ദൈവം നമ്മെ ഏതൊരു ശുശ്രൂഷ ഏൽപ്പിച്ചിരിക്കുന്നുവോ ആ ഉത്തരവാദിത്വം പൂർണ്ണ ഹൃദയത്തോടുകൂടെ അവന് വേണ്ടി, അവനെ സേവിക്കുവാനായിട്ട് നമുക്ക് കഴിയേണ്ടത് ആവശ്യമാണ്. അവന് വേണ്ടി ശുശ്രൂഷ തികയ്ക്കേണ്ടത് ആവശ്യമാണ്. ഇങ്ങനെ പറഞ്ഞു പോയാൽ അനേക കാര്യങ്ങൾ പറയേണ്ടിയിരിക്കുന്നു. ഒരു കാര്യം കൂടെ പറയുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. മറ്റുള്ള കാര്യങ്ങളൊക്കെ അനേകം ഉണ്ടെങ്കിലും ഞാനത് മുന്നോട്ട് പോവുകയാണ്. മാത്രമല്ല, ഈ ദൈവത്തിന്റെ വേലയെക്കുറിച്ചും നമുക്ക് അത് കാണുവാനായിട്ട് കഴിയും. അബ്രഹാമിന്റെ ദാസനെ കുറിച്ച് ആ ദാസനിലൂടെ അനേക ആത്മീയ സത്യങ്ങൾ ഉൽപ്പത്തി പുസ്തകത്തില് നമുക്ക് കാണുവാനായിട്ട് കഴിയും. വീട്ടിൽ ചെന്ന് അത് വായിച്ചാൽ നമുക്കത് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. അതുകൊണ്ട് ആ നിലയിൽ മുന്നോട്ട് പോകുവാനായിട്ട് ഇടയാകുക. മറ്റൊരു കാര്യം പറയുവാനായിട്ട് ആഗ്രഹിക്കുന്നത് ദൈവത്തോട് ചേർന്നിരിക്കുക. ആവർത്തന പുസ്തകം 10-ാം അധ്യായം അതിന്റെ 20-ാം വാക്യത്തിൽ നാം വായിക്കുമ്പോൾ ഇങ്ങനെയാണ് കാണുന്നത്: ദൈവത്തെ ഭയപ്പെടണം, അവനെ സേവിക്കണം, മാത്രമല്ല ദൈവത്തോട് ചേർന്നിരിക്കണം. ദൈവം അവിടെ നിന്ന് നമ്മോട് പറയുന്ന മറ്റൊരു കാര്യമാണ് ദൈവത്തോട് ചേർന്നിരിക്കുക. ദൈവത്തോട് ചേർന്നിരിക്കുവാൻ ദൈവം നമ്മോട് പറയുകയാണ്. അങ്ങനെ ഒരു പാട്ടുണ്ടല്ലോ അല്ലെ, യേശുവോട് ചേർന്നിരിപ്പതെത്ര മോദമേ, യേശുവിനായി ജീവിക്കുന്നതെത്ര ഭാഗ്യമേ, യേശുവോട് ചേർന്നിരിപ്പതെത്ര മോദമേ, യേശുവിനായി ജീവിക്കുന്നതെത്ര ഭാഗ്യമേ. യേശുവോട് ചേർന്നിരിക്കുവാൻ നമുക്ക് സാധിക്കേണ്ടത് ആവശ്യമാണ്. എന്നാൽ മാത്രമേ നമുക്ക് വിജയകരമായ ഒരു ജീവിതം നയിക്കുവാനായിട്ട് കഴിയുള്ളൂ. നമുക്കറിയാം, ഒരു തീ ഇങ്ങനെ കത്തുകയാണെങ്കിൽ അതിൽ നിന്ന് ഒരു വിറക് കൊള്ളി മാറ്റി വെച്ചാൽ നമുക്കറിയാം ചില മണിക്കൂറുകൾ അല്ലെങ്കിൽ ചില മിനിറ്റുകൾ ചില സമയം വരെ അത് ഇരിക്കും. എന്നാൽ പിന്നീട് അത് കെട്ടുകെട്ട് പോകുവാനായിട്ട് കഴിയും. എന്നാൽ നമുക്കറിയാം ഈ തീക്കൊള്ളി ആ തീയോട് ചേർന്നിരുന്നാൽ നമുക്കറിയാം അത് വലിയ ജ്വാലയായി, അനേകർക്ക് ആശ്വാസമായി, അനേകർക്ക് വെളിച്ചമായി, അനേകർക്ക് സന്തോഷമായി അത് തീരുന്നു എന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയും. പ്രിയമുള്ളവരെ, ഒരു സത്യം ഇതിലൂടെ നമുക്ക് കാണുവാനായിട്ട് കഴിയും: ദൈവത്തെ പിരിഞ്ഞ് ഒന്നും നമുക്ക് ചെയ്യുവാനായിട്ട് കഴിയുകയില്ല. ദൈവത്തെ പിരിഞ്ഞ് ഏകനായി നിന്നുകൊണ്ട് ഒന്നും ചെയ്യുവാനായിട്ട് കഴിയുകയില്ല. അതുകൊണ്ട് കർത്താവ് നമ്മോട് പറയാണ്, നിങ്ങൾ എന്നോട് ചേർന്നിരിക്കുക, എന്നെ പിരിഞ്ഞ് നിങ്ങൾക്ക് ഒന്നും ചെയ്യുവാനായിട്ട് കഴിയുകയില്ല. കർത്താവിന്റെ ശിഷ്യന്മാർ, കർത്താവ് ക്രൂശീകരണം മരിച്ചു, അതിന് ശേഷമുള്ള സംഭവം നമുക്കറിയാം. യേശുവിനെ കൂടാതെ എല്ലാവരും അവര് കടലിന്റെ മക്കളാ. അവരൊക്കെ വലിയ മീനെ എവിടെ പിടിച്ചാൽ, എങ്ങനെ പിടിച്ചാൽ മീൻ കിട്ടും എന്നൊക്കെ വളരെ വ്യക്തമായി അറിയാവുന്നവരാണ്. കടലിനെ പേടിയില്ലാത്ത കടലിന്റെ മക്കളായി ജനിച്ചവർ, അവർ യേശുവിനെ കൂടാതെ മീൻ പിടിക്കുവാനായിട്ട് അവർ പോയി. ഇനി എങ്ങനെ ജീവിക്കും, എങ്ങനെ മുന്നോട്ട് പോകും? കർത്താവ് കൂടെ ഉണ്ടായിരുന്നപ്പോൾ എല്ലാം ഉണ്ടായിരുന്നു, എല്ലാം സമൃദ്ധിയായിട്ടുണ്ടായിരുന്നു. ആരെയും പേടിക്കേണ്ട കാര്യമില്ല. എല്ലാ കാര്യങ്ങളും സുഗമമായ നിലയിൽ മുന്നോട്ട് പോയി. ഇത് കർത്താവിന് കൂടെയില്ല, ഞാൻ പോകുന്നു എങ്ങോട്ട്? മീൻ പിടിക്കുവാൻ. പത്രോസ് പറഞ്ഞു. അത് കേട്ട് മറ്റുള്ളവരും ചിലരും പറഞ്ഞു, ഞങ്ങളും പോരാ, നീ പോയാൽ പിന്നെ ഞങ്ങൾ നിൽക്കേണ്ട കാര്യമില്ല, ഇനി കർത്താവ് നമ്മോട് കൂടെയില്ല, നമുക്ക് പോകാം. എന്താണ് സംഭവിച്ചത്? അതെ, ആ പുലരും നേരം വെളുക്കുന്നവരെ അവർ അവരുടെ നമ്മള് നാടൻ പാടി നമ്മളൊക്കെ പറയുന്ന നിങ്ങൾ ഇവിടെയും പറയുന്നത്, പഠിച്ച പണി 18 നോക്കി, ഒന്നും കിട്ടിയില്ല. അവിടെ കർത്താവ് അവിടെ ചെന്നിട്ട് അവരെ പഠിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്: എന്നെ പിരിഞ്ഞ് നിങ്ങൾക്ക് ഒന്നും ചെയ്യാനായിട്ട് പറ്റില്ല. പ്രിയമുള്ളവരെ, ദൈവത്തെ പിരിഞ്ഞ് നമുക്കൊന്നും ചെയ്യുവാനായിട്ട് കഴിയില്ല. യോഹന്നാന്റെ സുവിശേഷം 15-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ അവിടെ നമുക്ക് കാണുവാനായിട്ട് കഴിയും, മുന്തിരിവള്ളിയിൽ വസിക്കാതെ കൊമ്പുകൾക്ക് സ്വയമായി ഒന്നും കായ്ക്കുവാനായിട്ട് കഴിയും. അപ്പോൾ നമുക്ക് ഫലം പുറപ്പെടുവിക്കണമെങ്കിൽ,
മറ്റുള്ളവർക്ക് ആസ്വാദ്യകരമായ, ദൈവത്തിന് പ്രസാദകരമായ ജീവിതം നയിക്കണമെങ്കിൽ നമുക്ക് എവിടെ ആശ്രയിക്കണം? ദൈവത്തോട്, കർത്താവിനോട് ചേർന്ന്, മുന്തിരി വള്ളിയോട് ചേർന്ന് നിൽക്കാതെ നമുക്ക് ഫലം പുറപ്പെടുവിക്കാനായിട്ട് കഴിയുകയില്ല. ക്രിസ്തീയ ജീവിതം കെട്ടിപ്പടുത്തണമെങ്കിൽ നമുക്ക് കർത്താവിനോട് ചേർന്നിരിക്കേണ്ടത് ആവശ്യമാണ്. എന്നാൽ മാത്രമേ നമുക്ക് മുന്നോട്ട് പോകുവാനായിട്ട് നമുക്ക് കഴിയുകയുള്ളൂ. അല്ലാതെ നമുക്ക് സ്വയമായി ഒന്നും ചെയ്യുവാനായിട്ട് കഴിയില്ല. ക്രിസ്തീയ ജീവിതം എന്നുള്ളത് അത് സന്തോഷത്തിന്റെയും എല്ലാ ജീവിതമാണ്. അത് നമ്മുടെ ബുദ്ധി കൊണ്ടോ കഴിവുകൾ കൊണ്ടോ നമ്മുടെ അധ്വാനങ്ങൾ കൊണ്ട് ഈ ക്രിസ്തീയ ജീവിതം നയിക്കുവാനായിട്ട് കഴിയില്ല. ഈ പുതുവഴികളിലൂടെ യാത്ര ചെയ്യുന്ന നമുക്ക് സുഗമമായ നിലയിൽ മുന്നോട്ട് പോകുവാനായിട്ട് നമുക്ക് കഴിയില്ല. നാം ദൈവത്തോട് ചേർന്നിരിക്കുക. ദൈവത്തോട് ചേർന്നിരുന്നാൽ മാത്രമേ നമുക്ക് ഫലകരമായ ജീവിതം നയിക്കുവാനായിട്ട് കഴിയുകയുള്ളൂ. ആ ദൈവത്തിൽ നിന്ന് ആ ദൈവികമായ പ്രാപിച്ച് നമുക്ക് ഒരു ചന്ദ്രൻ പ്രകാശം നൽകുന്നത് ഒരിക്കലും നമുക്കറിയാം. ചന്ദ്രനെ കുറിച്ച് പഠിക്കുമ്പോൾ നമുക്കറിയാം അത് സ്വയമായിട്ട് സ്വതവേ പ്രകാശം കൊടുക്കുവാനായിട്ട് കഴിയില്ല. പക്ഷെ എങ്ങനെയാണ് ചന്ദ്രൻ പ്രകാശം കൊടുക്കുന്നത്? സൂര്യനിൽ നിന്ന്. പ്രിയമുള്ളവരെ, നമുക്കും ആ യേശുവോട്, ദൈവത്തോട്, കർത്താവിനോട് ചേർന്നിരുന്നാൽ മാത്രമേ നമുക്ക് ആ നിലയിൽ ജീവിക്കുവാനായിട്ട് കഴിയുകയുള്ളൂ, ഫലം പുറപ്പെടുവിക്കാനായിട്ട് കഴിയുകയുള്ളൂ. അങ്ങനെ കർത്താവിനോട് ചേർന്നിരുന്ന് ആ യോഹന്നാന്റെ സുവിശേഷം 15-ാം അധ്യായം പഠിക്കുമ്പോൾ നമുക്കറിയാം ഫലം പുറപ്പെടുവിക്കണം, ധാരാളം അധികം ഫലം കായ്ക്കണം, പോയി ഫലം കായ്ക്കണം. നമുക്ക് സ്വതവേ അല്ല, കർത്താവിനോട് ചേർന്നിരുന്നാൽ മാത്രമേ അത് സാധിക്കൂ എന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയും. ഒരു കാര്യം കൂടെ പറഞ്ഞ് എൻ്റെ വാക്ക് നിർത്തുകയാണ്. ദൈവത്തെ അനുസരിക്കണം. ദൈവത്തെ നാം അനുസരിക്കണം. അതും നമുക്ക് ആവർത്തന പുസ്തകം 11-ാം അധ്യായം 13-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ അവിടെ നമുക്ക് കാണുന്നത് എന്റെ കൽപ്പനകൾ ജാഗ്രതയോടുകൂടെ അനുസരിക്കണം എന്നുള്ളതാണ്. ഇസ്രായേൽ മക്കൾ എപ്പോഴെല്ലാം അതിൽ പരാജയപ്പെട്ടപ്പോൾ, ഈ ദൈവവചനം കൽപ്പന അനുസരിക്കുവാനായിട്ട് കഴിയാതെ വന്നപ്പോൾ ആ കൽപ്പനയെ മറുതലിച്ച് അവർ എവിടെയെല്ലാം ജീവിച്ചോ, മുന്നോട്ട് പോയോ, അവിടെയെല്ലാം പരാജയമായിരുന്നു അവരുടെ ജീവിതത്തിൽ. പ്രിയമുള്ളവരെ, അതിന്റെ പരിണിത ഫലം അവർ അനുഭവിച്ചു എങ്കിൽ ദൈവവചനം നമുക്ക് നൽകിയിരിക്കുന്നത്, ഈ ദൈവത്തിന്റെ വചനം നമുക്ക് നൽകിയിരിക്കുന്നത് ഇതിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ഇത് അനുസരിച്ച് ജീവിക്കണം എന്നുള്ളതാണ്. ഇസ്രായേൽ മക്കൾക്കാണ് ദൈവം ചട്ടങ്ങളും പ്രമാണങ്ങളും കൊടുത്തത്. കാരണം അത് ദൈവത്തിന്റെ ജനമാണ് ഇസ്രായേൽ ജനം. ജാതികൾക്ക് കൊടുത്തില്ല. കാരണം ജാതികൾക്കുള്ളതല്ല, ഇത് തന്റെ ജനത്തിന് വേണ്ടി ദൈവം കൊടുത്ത ചട്ടങ്ങളും പ്രമാണങ്ങളും ഇത് പാലിച്ചാൽ മാത്രമേ ആ നേരായ പാതയിലൂടെ ദൈവം ആഗ്രഹിക്കുന്ന നിലയിൽ മുന്നോട്ട് പോകുവാനായിട്ട് കഴിയുന്നുവെങ്കിൽ, പ്രിയമുള്ളവരെ, വീണ്ടെടുക്കപ്പെട്ട ദൈവജനമേ, ഈ വിശുദ്ധ ബൈബിൾ, ദൈവത്തിന്റെ മാറ്റമില്ലാത്ത വചനം നമുക്ക് നൽകിയിരിക്കുന്നത് ഇത് അനുസരിക്കുവാൻ വേണ്ടിയാണ്, മറ്റുള്ളവർക്കല്ല, ദൈവമക്കൾക്ക് വേണ്ടിയാണ് ഈ ദൈവത്തിന്റെ മാറ്റമില്ലാത്ത വചനം നൽകിയത്. ഇത് അനുസരിച്ചാൽ മാത്രമേ നമുക്ക് മുന്നോട്ട് പോകുവാനായിട്ട് കഴിയുകയുള്ളൂ. ഇത് എങ്ങനെ അനുസരിക്കണം? ലാഘവത്തോടുകൂടിയല്ല, വളരെ ജാഗ്രതയോടുകൂടെ നാം കൈക്കൊള്ളേണ്ടത് ആവശ്യമാണ്. വളരെ ജാഗ്രതയോടുകൂടെ ഈ വചനം അനുസരിക്കേണ്ടത് ആവശ്യമാണ്. കാരണം ഇതിന് ജാഗ്രത കാണിച്ചില്ലെങ്കിൽ നമുക്കറിയാം, പിശാച് അലറുന്ന സിംഹം പോലെ ഊടാടി സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയാണ്. ദൈവജനത്തെ എപ്പോൾ വേണമെങ്കിലും വീഴിക്കാം. അവൻ പല ഉപായങ്ങൾ പ്രവർത്തിച്ചുകൊണ്ട് ഇന്ന് ദൈവജനത്തെ വീഴിച്ചുകൊണ്ട് എത്രയോ ആളുകളാണ്, ചെറിയവരെന്നോ വലിയവരെന്നോ ശുശ്രൂഷ ചെയ്യുന്നവരോ എന്നില്ല, എല്ലാവരെയും വഴിതെറ്റിച്ച് ഇന്ന് സാത്താൻ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ക്രിസ്തീയ ജീവിതം എന്നുള്ളത് അനുസരണ ജീവിതമാണ്. വളരെ ജാഗ്രതയോടുകൂടെ നാം ഇത് പാലിക്കേണ്ടത്, അനുസരിക്കേണ്ടത് ആവശ്യമാണ്. എന്റെ വാക്കുകളെ നിർത്തുവാൻ ആഗ്രഹിക്കുകയാണ്. ഒരിക്കൽ ഞാൻ സുവിശേഷവുമായിട്ട് വാഗാ ബോർഡിൽ, പാകിസ്ഥാന്റെ ബോർഡിൽ 2-3 പ്രാവശ്യം എനിക്ക് പോകുവാനായിട്ട് അവസരം ലഭിച്ചിട്ടുണ്ട്. ഓരോ പ്രാവശ്യം ചെല്ലുമ്പോഴും ആവേശം കൂടുക അവരെ കാണുമ്പോൾ. കാരണം അവർക്ക് ദൈവം ട്രെയിനിങ് ഒക്കെ കൊടുത്ത് പട്ടാളക്കാര്, BSF, അവരുടെ ജവാന്മാരെ ഓരോ സ്ഥലങ്ങളിൽ നമുക്ക് കാണാം. ഓരോ സ്ഥലങ്ങളിൽ അവരെ ആക്കി വെച്ചിരിക്കുകയാണ്. ഓരോ സ്ഥലങ്ങൾ, അത് മഞ്ഞായാലും മഴയായാലും വെയിലായാലും അവിടെ അവരുടെ ഡ്യൂട്ടി അവർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവർ മയങ്ങാതെ, ഉറങ്ങാതെ, അവർ വളരെ ജാഗ്രതയോടുകൂടെ അവർ നമ്മുടെ രാജ്യം കാക്കുന്ന അവിടെ സേന വിഭാഗത്തിൽപ്പെട്ട ആളുകളെ നമുക്ക് കാണുവാനായിട്ട് കഴിയും അവിടെ പോയാൽ.
അവിടെ അത് കണ്ടപ്പോൾ ഇത് ചിന്തിച്ചപ്പോൾ എന്റെ മനസ്സിലേക്ക് വന്നു ജാഗ്രത എന്നുള്ളത്. അവിടെ അവർക്ക് കൊടുത്തിരിക്കുന്ന ആ ഡ്യൂട്ടി സമയം എന്നുള്ളത് വളരെ ജാഗ്രതയോടുകൂടെ അവർ അവിടെ ആയിരിക്കുന്നു. അവരുടെ ജാഗ്രത, ഏകാഗ്രത അവിടെ മാറിയാൽ, അലക്ഷ്യമായി അവിടെ ഉറങ്ങിയാൽ, അവിടെ നമുക്കറിയാം അവിടെ നുഴഞ്ഞു കയറുവാനായിട്ട് മറ്റുള്ളവർ അവിടെയുണ്ട്. ഭീകരവാദികളുണ്ട്, ഭീകര പ്രവർത്തകരുണ്ട്. അവർ അതിലൂടെ നുഴഞ്ഞു കയറി എവിടെയാണ് ബലഹീനത, എവിടെയാണ് അലക്ഷ്യമായിരിക്കുന്നത്, അവർ നമ്മേക്കാൾ കൂടുതൽ ജാഗ്രതയോടുകൂടെ എവിടെയാണ് പ്രവേശിക്കേണ്ടതെന്ന് വളരെ ജാഗ്രതയോടുകൂടെ അവർ നോക്കിക്കൊണ്ടിരിക്കുകയാണ് പ്രിയമുള്ളവരെ. അതുകൊണ്ട് നമ്മുടെ ബലഹീനത എവിടെയാണെന്ന് കണ്ട് അതിലൂടെ പ്രവേശിച്ച് അവർ കാര്യങ്ങൾ സാധിക്കും. അലക്ഷ്യമായി രണ്ടാം ലോകം ഒരിക്കൽ പാകിസ്ഥാനും സേന വന്ന് ഇന്ത്യയിലേക്ക് അതിക്രമിച്ച് കയറിയത് അതാണ്. അവിടെ ലാഘവത്തോടുകൂടെ ഒരു പടയാളി രാത്രിയുടെ സമയം അത് പുകവലിച്ചുകൊണ്ടിരുന്നു. അവർ നിരീക്ഷിച്ചപ്പോൾ അവർക്ക് മനസ്സിലായി അവിടെ ബോംബിട്ട് തകർത്ത് അതിലൂടെ വർഷങ്ങൾക്ക് മുമ്പ് അറ്റാക്ക് ചെയ്തു എന്ന് കാണുവാനായിട്ട് കഴിയും. ഞാനിത് പറഞ്ഞതിന്റെ കാര്യം എന്നുള്ളത് അവർ വളരെ ജാഗ്രതയോടുകൂടെ ഇരിക്കുന്നത് കൊണ്ടാണ് അനേക ഭീകരരും തീവ്രവാദികളൊക്കെ ഇങ്ങോട്ട് കയറാതെ ഇരിക്കുന്നത്. ഞാൻ ഇങ്ങനെ അവസാനിപ്പിക്കട്ടെ. ക്രിസ്തീയ ജീവിതം എന്നുള്ളത് വളരെ ജാഗ്രതയോടുകൂടെ നാം മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് ആവശ്യമാണ്. ലാഘവത്തോടുകൂടെയല്ല. പിശാച് നമ്മുടെ ബലഹീനത എവിടെയാണോ അതിലൂടെ നുഴഞ്ഞു കയറി വ്യക്തികളിൽ, സഭകളിൽ, കുടുംബങ്ങളിൽ അവൻ തകർക്കും, നമ്മെ പരാജയപ്പെടുത്തും. അതുകൊണ്ട് വളരെ ജാഗ്രതയോടുകൂടെ മുന്നോട്ട് പോകേണ്ട ഒരു കാലഘട്ടമാണ്. വളരെ ജാഗ്രതയോടുകൂടെ ദൈവവചനം അനുസരിക്കേണ്ട ഒരു കാലഘട്ടത്തിലാണ് ഞാനും നിങ്ങളും വന്നെത്തിയിരിക്കുന്നത്. അതുകൊണ്ട് നാം നമ്മുടെ ക്രിസ്തീയ ജീവിതം ആ നിലയിൽ നമുക്ക് ദൈവവചനം ജാഗ്രതയോടുകൂടെ അനുസരിക്കാം. നാം കർത്താവായ യേശുക്രിസ്തുവിന്റെ ചങ്കിലെ ചോരയാൽ വീണ്ടെടുക്കപ്പെട്ട ദൈവമക്കൾ പുതുവഴികളിലൂടെ, ഈ വഴികളിലൂടെ നാം തനിച്ചാണ് പോകുന്നത്. ഈ വഴികളിലൂടെ അവിശ്വാസികൾക്ക് പ്രവേശനമില്ല, അവർക്ക് സഞ്ചരിക്കുവാനായിട്ട് കഴിയില്ല. ഈ വഴികളിലൂടെ യാത്ര ചെയ്യുമ്പോൾ പ്രിയമുള്ളവരെ ദൈവികമായ സാന്നിധ്യമുണ്ട്. ദൈവം നമുക്ക് ഉപദേശങ്ങൾ പറഞ്ഞു തരുവാൻ ദൈവം നമ്മോട് കൂടെയുണ്ട്. ദൈവം പറയുന്ന ഉപദേശങ്ങൾ, മാതൃകകൾ ഇതെല്ലാം വചനത്തിലൂടെ നമുക്ക് നൽകുമ്പോൾ ആ ദൈവത്തെ ഭയപ്പെട്ട് സ്വർഗീയമായ യജമാനനെ സേവിച്ച് ആ വചനം അനുസരിച്ച് പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ജാഗ്രതയോടുകൂടെ നാം മുന്നോട്ട് പോയാൽ പ്രിയമുള്ളവരെ ആ ദൈവം ആഗ്രഹിക്കുന്ന ആ സ്വർഗീയമായ പരദീസയിലേക്ക് മുന്നോട്ട് പോകുന്ന ദൈവജനമേ നമുക്ക് സന്തോഷിക്കുവാനായിട്ട് വഴിയുണ്ട്. ക്രിസ്തീയ ജീവിതം ആനന്ദ ജീവിതമാണ്, സന്തോഷ ജീവിതമാണ്. ആ പ്രത്യാശയിൽ നമുക്ക് മുന്നോട്ട് പോകാം. ഈ ലോക ജീവിതത്തിൽ നാം മുന്നോട്ട് പോയാൽ പ്രിയമുള്ളവരെ ദൈവസന്നിധിയിൽ നമുക്ക് ഈ ജീവിതത്തിന് അനേക പ്രതിഫലങ്ങളുണ്ട്. അതൊക്കെ നമുക്ക് ഉണ്ട്. അങ്ങനെ ദൈവം ആഗ്രഹിക്കുന്ന നിലയിൽ മുന്നോട്ട് പോകാം. ഇന്ന് നാം ചിന്തിച്ച വചനത്തിലൂടെ നമുക്കൊന്ന് ശോധന ചെയ്യാം. എവിടെയെങ്കിലും എന്തെങ്കിലും കുറവുകൾ, പോരായ്മകൾ നമ്മുടെ ജീവിതത്തിലുണ്ടെങ്കിൽ നമുക്ക് നമ്മെ തന്നെ ദൈവസന്നിധിയിൽ താഴ്ത്താം. കുറവുകളെ നമുക്ക് ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കാം. നമ്മെ തന്നെ സ്വയം താഴ്ത്തിക്കൊണ്ട് വരും ദിവസങ്ങളിലും കർത്താവിനെ സേവിച്ചുകൊണ്ട് അവനെ ഇഷ്ടം ചെയ്തുകൊണ്ട് ജാഗ്രതയോടുകൂടെ നമ്മുടെ ക്രിസ്തീയ ജീവിതം നയിക്കാം. ഈ കർത്താവിന്റെ ആ വഴികളിലൂടെ യാത്ര ചെയ്ത് ഒരു നാൾ നാം ആ സ്വർഗീയമായ പരദീസയിലേക്ക് എത്തും. നാം പോകുന്നത് സ്വർഗീയമായ പരദീസയിലേക്കാണ്. സ്വർഗത്തിലേക്കുള്ള യാത്ര നാം ആയിരിക്കുന്നത്. ആ യാത്രയെ ചെന്ന് ചേരുവാനായിട്ട് അധിക നാളുകളില്ല. അവിടെ നാം ചെന്ന് ചേരും. നമ്മെ വിട്ടുപോയ നമ്മുടെ പ്രിയപ്പെട്ടവരെ നാം ഒരു നാൾ കാണും. നമ്മുടെ മാതാപിതാക്കന്മാരെ നാം കാണും, ബന്ധുമിത്രാദികളെ കാണും, മക്കളെ കാണും. നമ്മെ വിട്ടുപോയ നമ്മുടെ പിതാക്കന്മാരെ നാം കാണും. കോടാനുകോടി വിശുദ്ധന്മാരോട് ചേർന്ന് ഏഴകളായ നാം അവന്റെ പൊന്നുമുഖം കാണും. അവന്റെ പാത നാം ചുംബിച്ച് നിത്യകാലം ആരാധിക്കും. പിന്നെ പിരിയേണ്ട ആവശ്യമില്ല. അതാണ് നമ്മുടെ പ്രത്യാശ. ക്രിസ്തീയ ജീവിതം പ്രത്യാശയുടെ ജീവിതമാണ്. ആ സ്വർഗീയമായ പരദീസയിലേക്കുള്ള യാത്രയിലാണ് ഞാനും നിങ്ങളും. ആ സ്വർഗീയമായ പരദീസയിൽ ഇന്നല്ലെങ്കിൽ നാളെ നാം അവിടെ ചെന്ന് ചേരും. പിന്നെ നമുക്ക് പിരിയേണ്ട ആവശ്യമില്ല.
അവിടെ ദുഃഖങ്ങളില്ല, വേദനകളില്ല, മുറവിളിയില്ല, രോഗമില്ല, ഒന്നുമില്ല. അവന് നാം എന്നും അവനെ ആരാധിക്കും. ആ സ്വർഗീയമായ പ്രതീക്ഷയിലേക്ക് ഉള്ള യാത്രയിൽ നമുക്ക് കാലിടറി വീഴാതെ അവൻ തരുന്ന ഈ ദൈവവചനം മുറുകെ പിടിച്ചുകൊണ്ട് ജാഗ്രതയോടുകൂടെ നമുക്ക് മുന്നോട്ട് പോകാം. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ സഹായിക്കുമാറാണ്. ഇതൊരവസരം തന്ന ഇവിടെയുള്ള സ്ഥലസഭയോട് എന്റെ നന്ദി അറിയിച്ചുകൊണ്ട്